ഔപചാരികയില്ലാതെ തന്നെ നമുക്ക് പോകാം. അപ്പം ഇന്ദു നല്ല രസമായിട്ട് സംസാരിക്കുന്ന ആളാണ്. കഥ എഴുതുന്നതിനേക്കാൾ രസത്തിൽ സംസാരിക്കുകയും സംഭവങ്ങൾ വിവരിക്കുകയൊക്കെ ചെയ്യുന്ന ആളാണ്. ഞങ്ങളുടെ സഹപ്രവർത്തകരായതുകൊണ്ട് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. മിഥുൻ സിനിമ രചയിതാവും സംവിധായകനും ആകുന്നതിന് മുമ്പ് തന്നെ നല്ല പ്രസംഗകനായിരുന്നു. അപ്പം രണ്ടുപേരുടെ സംസാരത്തിൻ്റെ സാധ്യതകൾ നമുക്ക് പരമാവധി ഉപയോഗിക്കാം. നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം അവസാന ഭാഗത്ത്. അപ്പം ഈ ഇന്ദുവിൻ്റെയും മിഥുൻ്റെയും ഒരു പൊതുഘടകത്തിന് വേണ്ടി അന്വേഷിച്ചപ്പോൾ രസകരമായ സംഗതി, രണ്ടുപേരുടെയും രണ്ടാം വരവ് അത് നമ്മുടെ ഈ വിഷയമായിട്ട് അടുത്ത് നിൽക്കുന്നതാണ്. കഞ്ചാവല്ല. പൊതുവിൽ ഇന്ദു ഓപൻ സത്യത്തിൽ ഒരു കള്ളൻ്റെ ആത്മകഥ, കള്ളൻ ആത്മകഥയാണെങ്കിൽ ഇന്ദു ഓപൻ അത് ജീവചരിത്രമാണ് എഴുതിയത്. അതിനുശേഷം ഇന്ദുവിൻ്റെ ഒരു രചനാ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടായി. അതിനുശേഷം വന്ന അമ്മണി പിള്ള വെട്ടേഴ്സ്, അങ്ങനെയുള്ള കഥകൾ, അതേ തുടർന്ന് വന്ന പടിഞ്ഞാറേ കൊല്ലം, ചോരക്കാലം, അങ്ങനെ പിന്നെ ഒടുവിൽ വിലായത് ബുദ്ധ, സ്കാവഞ്ചർ. അപ്പോൾ ഈ കഥകളിലെല്ലാം ഒരു ക്രൈമിൻ്റെ എലമെൻ്റുണ്ട്. ക്രൈമിൻ്റെ എലമെൻ്റല്ല, ക്രൈമിനെ കുറിച്ചാണ് പറയുന്നത്. മിഥുൻ ഒരു മുൻമാതൃകകളില്ലാത്ത ആട് എന്ന സിനിമ, ആ സിനിമ എടുത്തിട്ട് മലയാളത്തിലൊരു വലിയ വരവറിയിച്ച ആളാണ്. ഒരുപക്ഷെ കാലത്തിന് മുൻപേ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതുപോലൊരു സിനിമയായിരുന്നു ആട്. അതിനുശേഷം ആൻമരിയ അല്ലെങ്കിൽ അലമാര അങ്ങനെയുള്ള സിനിമകൾ വന്നു. ആദ്യം എഴുതിയത് തന്നെ ഒരു ഫീൽ ഗുഡ് വലിയ ജനപ്രിയ സിനിമയായ വലിയ ഹിറ്റായ ഓം ശാന്തി ഓശാനയാണ്. അതിനുശേഷം അഞ്ചാം പാതിര എന്ന് പറയുന്ന മലയാളത്തിൽ അടുത്ത കാലത്തുണ്ടായ ക്രൈം ത്രില്ലറുകളിലെ ഏറ്റവും വലിയ ഹിറ്റാണ്. അപ്പം അതിനുശേഷം ഓസ്ലർ വരുന്നു, മറ്റേ ഫീനിക്സ് വരുന്നു, ടർബോ വരുന്നു. അപ്പോൾ അതും ഒരു ക്രൈം അല്ലെങ്കിൽ ത്രില്ലർ സ്വഭാവത്തിലുള്ളതാണ്. അപ്പം ഇത് ഇവരെ രണ്ടുപേരെയും സംബന്ധിച്ചൊരു വിജയ ഫോർമുല എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നില്ല, വിജയ കഥയാണ്. അതിനെക്കുറിച്ച്, ഈ ട്രാക്ക് മാറ്റത്തെക്കുറിച്ച് രണ്ടുപേർക്കും പറയാനുള്ളത് നമുക്ക് കേൾക്കാം. പ്രിയപ്പെട്ട സണ്ണിക്കും മിഥുനും അഭിവാദ്യങ്ങൾ. കോഴിക്കോട്ടേക്ക് വീണ്ടും വന്നു കോഴിക്കോട് കേൾക്കുന്ന എല്ലാവരെയും സന്തോഷത്തോടുകൂടി അഭിവാദ്യം ചെയ്യുന്നു. സണ്ണി ചോദിച്ചൊരു സണ്ണി ആദ്യമേ ഞാൻ വളരെ രസകരമായി സംസാരിക്കുമെന്ന് പറഞ്ഞ് ബാധ്യത എൻ്റെതായി മാറി. ഞാനങ്ങനെ വലിയ സംസാരക്കാരനല്ല, എഴുതാനായിട്ട് മാത്രമാണ് ഇരിക്കുകയാണെങ്കിൽ ഇത് എഡിറ്റ് ചെയ്യാനുള്ളൊരു സാവകാശമുണ്ട്. നമുക്ക് ഈ സംസാരിക്കുമ്പോൾ എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ലല്ലോ. അപ്പോൾ സണ്ണിയുടെ ചോദ്യത്തിലേക്ക് വരാം. എന്നുവെച്ചാൽ കള്ളൻ്റെ ഒരു കഥയിലൂടെയാണോ ഈ ക്രൈമിലേക്ക് കടന്നു വരുന്നതെന്ന് പറഞ്ഞു. കള്ളൻ്റെ ആത്മകഥ എന്ന് പറഞ്ഞൊരു പുസ്തകം സത്യത്തിൽ എനിക്ക് ഒരു ഭയങ്കര ഐ ഓപ്പണറായിരുന്നു. നമ്മുടെ ഒരു കാഴ്ചയെ മാറ്റിമറിച്ച സാധനം, കാഴ്ചയെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം നമ്മൾ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത കാഴ്ചകളാണ് ഒരു കള്ളൻ കാണുന്നത്. അയാൾ രാത്രിയിൽ കാഴ്ചയില്ല, അയാൾക്ക് സത്യത്തിൽ കാഴ്ചയില്ല. കാര്യം ഇരുട്ടാണ് അയാളുടെ കാഴ്ച. ആ കാഴ്ചയിലൂടെ അയാൾ വെളിച്ചത്തിൻ്റെ ചെറിയ ചെറിയ സ്ഫുലിംഗങ്ങൾ അല്ലെങ്കിൽ ആകാശത്തിലെ ചെറിയ ചെറിയ പിന്നെ നക്ഷത്രങ്ങളുടെ ഇത് ഉപയോഗിച്ചുകൊണ്ട് അയാളെടുക്കുന്ന ഒരു വീട് സെലക്ട് ചെയ്യുന്നു, ഒരു ഇതിൽ ബാക്കി. അപ്പോൾ അത് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ജീവിതം എഴുതുക എന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞു തന്ന് ഞാൻ ആസ്വദിച്ചതിൻ്റെ 4/1 ഈ പുസ്തകത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് എനിക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് സംശയമാണ്. ഞാൻ അനുഭവിച്ച ഒരു സംഗതി. അപ്പം ക്രൈം ഉണ്ടാക്കുന്നൊരു റെവർബറേഷൻ ഉണ്ട് ഒരു മനുഷ്യൻ്റെ ഇതിൽ. ഇപ്പം ഞാൻ ഉദാഹരണത്തിന് ഇപ്പം പിന്നെ ഇവിടെയൊക്കെ ആണെങ്കിൽ നമ്മുടെ UK ആണെങ്കിൽ ഏതാണ്ട് 10% ആൾക്കാരും 50% ആൾക്കാരും വായിക്കുന്നത് ഈ ക്രൈമാണ്. അപ്പം ഈ ക്രൈമിന് ഉണ്ടാക്കുന്നൊരു റെവർബറേഷൻ ഉണ്ട് ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ അല്ലെങ്കിൽ മനുഷ്യൻ്റെ മനസ്സിലുണ്ടാക്കുന്ന ഒരു താളബദ്ധമായ ഒരു താളഭംഗമുണ്ട് അതിങ്ങനെ. അപ്പം അത് എന്ന് പറയുന്നത് നമ്മളിപ്പം പറയാം ഏറ്റവും മനുഷ്യനുണ്ടാക്കിയ നിർമ്മാണങ്ങളിൽ ഏറ്റവും മനുഷ്യൻ്റെ ഹൃദയമെടുപ്പും താളത്തിനോട് അടുത്ത് നിൽക്കുന്നത് ഈ തീവണ്ടിയാണെന്ന് പറയുന്നുണ്ട്. അതാണ് നമ്മൾ തീവണ്ടി ഇരിക്കുമ്പോൾ നമ്മൾ അറിയാതെ ഉറങ്ങിപ്പോകുന്നത് എന്ന് പറയുന്നത് പോലെ മനുഷ്യൻ ഉണ്ടാക്കി കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ള ജോണറുകളിൽ ക്രൈം അതിൻ്റെ അല്ലെങ്കിൽ അതൊക്കെ എല്ലാ മനുഷ്യനിലും കുറ്റവാസന അടങ്ങിയിരിക്കുന്നു എന്നുള്ളത്. ഞാൻ ആ പുസ്തകത്തിൻ്റെ മുമ്പിൽ എഴുതിയിരുന്ന സാധനം തന്നെ കുമാരനാശാൻ്റെ ഒരു വാക്കാന്ന് വെച്ചാൽ മനസ്സോടാത്ത കുമാർഗമില്ലടോ എന്നുള്ളത്. അപ്പോൾ ഈ കുമാർഗങ്ങളിൽ നിന്ന് നമ്മൾ അരിച്ചിട്ടുണ്ടാക്കുന്ന സംഗതിയാണ് നമ്മുടെ സംസ്കാരം എന്ന് പറഞ്ഞ സാധനം. ഏറ്റവും എളുപ്പത്തിൽ ഇതിലേക്ക് പോകാനുള്ളൊരു ടെൻഡൻസി ഭയങ്കരമായിട്ട് ഈ ഇതുണ്ട്. അതുകൊണ്ടാണ്
വായനക്കാർ അല്ലെങ്കിൽ കാഴ്ചക്കാർ പെട്ടെന്ന് ഈ ഈ കാഴ്ചയിൽ അല്ലെങ്കിൽ ഈ മനസ്സുകൊണ്ടൊരു കാഴ്ചയിലേക്ക് അവരുടെ പരിണാമത്തിൻ്റെ ഏറ്റവും പുറകിലേക്കുള്ളൊരു കാലഘട്ടത്തിലേക്ക് നമ്മളുടെ ഏറ്റവും ഒരു പരിഷ്കൃതമല്ലാത്തൊരു ജീവിയിലേക്കുള്ള മാറ്റം വളരെ എളുപ്പമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഇത്രയും ഈ ക്രൈം എന്ന് പറഞ്ഞ സംഗതിക്ക് ഇത്രയും തരത്തിലുള്ള ഒരു വൈചിത്ര്യങ്ങളിലൂടെയും മനസ്സിൻ്റെ വല്ലാത്ത തലങ്ങളിലൂടെയും കടന്നു പോകാനുള്ള കപ്പാസിറ്റി റൈറ്റേഴ്സിന്, അത് ഇപ്പം സ്ക്രീൻ റൈറ്റേഴ്സ് ആണെങ്കിലും അല്ലാത്തവർക്കാണെങ്കിലും ഉണ്ടാകുന്ന വ്യത്യാസമാണെന്ന് തോന്നുന്നു. അതിൻ്റെ വ്യത്യാസങ്ങളെക്കുറിച്ച് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. അത് സ്ക്രീൻ റൈറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൂടുതൽ അതിന് ഗ്രിപ്പുള്ള മിഥുനോടുണ്ട്. അത്തരം കാര്യങ്ങൾ നമുക്ക് അങ്ങോട്ട് ചർച്ച ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. കേൾക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. രണ്ടാം വരവിനെ കുറിച്ചാണ് ആക്ച്വലി നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ദുഗോപൻ ചേട്ടൻ അതിനെപ്പറ്റി സംസാരിച്ചു. ഇപ്പോൾ എവിടെ പോയാലും ഇന്ദുഗോപൻ ചേട്ടൻ നന്നായി സംസാരിക്കുമെന്ന് പറയുന്ന പോലെ തന്നെ എനിക്ക് ബാധ്യതയാവുന്ന ഒരു വാക്കാണ് അല്ലെങ്കിൽ ഒരു വിശേഷണമാണ് പണ്ട് നന്നായി പ്രസംഗിച്ചിരുന്നു എന്ന് പറയുന്നത്. പ്രസംഗിച്ചിരുന്നു, പക്ഷേ നിങ്ങൾക്കറിയാമല്ലോ, ഏതൊരു കലാരൂപവും നമ്മൾ കുറേ കാലം ഉപയോഗിച്ചില്ലെങ്കിൽ പണ്ട് നമ്മൾ ആനപ്പുറത്ത് കയറിയ തഴമ്പിൻ്റെ കഥ പറയുന്ന ഒരു എന്താ പറയുക, ഒരു ഭംഗി മാത്രമേ അതിനുണ്ടാവുള്ളൂ. അതുകൊണ്ട് അങ്ങനെ വലിയ പ്രസംഗമൊന്നും ആരും പ്രതീക്ഷിക്കേണ്ട. എന്നാലും രണ്ടാം വരവിനെക്കുറിച്ച്, അഞ്ചാം പാതിരിയെക്കുറിച്ച്, ക്രൈമിനെക്കുറിച്ച് ഇദ്ദേഹം പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാനൊരു ആമുഖമെന്നോണം പറയാം. സിനിമയിലേക്ക് വന്ന കാലം മുതൽ ഓം ശാന്തി ഓശാന ആലോചിക്കുന്നതിന് മുൻപ് തന്നെ കയ്യിലുണ്ടായിരുന്നത് പ്രധാനപ്പെട്ട കഥകളൊക്കെ ക്രൈമായിരുന്നു. അപ്പോൾ ത്രില്ലേഴ്സ് അല്ലെങ്കിൽ ക്രൈം ഡ്രാമ ആ ജോണറിൽ പെടുന്നതായിരുന്നു. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഭയങ്കര ഇഷ്ടമായിരുന്നു അപസർപ്പ കഥകൾ വായിക്കാൻ, മറ്റു കുറ്റാന്വേഷണ കഥകൾ വായിക്കാൻ, ക്രൈം ഡ്രാമകൾ വായിക്കാൻ. അപ്പം ഇന്ദുഗോപൻ ചേട്ടൻ പറഞ്ഞതുപോലെ നമ്മുടെ എന്തോ റിവേർബറേഷൻ, നമ്മുടെ അഡ്രിനാലിൻ റഷ് എല്ലാം കൂട്ടുന്നത് ആക്ച്വലി സ്പീക്കിംഗ് ഒരു അഡ്വഞ്ചർ ഫിക്ഷൻ വായിക്കുമ്പോഴോ കാണുമ്പോഴോ, ക്രൈം ഫിക്ഷൻ നിഷിദ്ധമെന്ന് തോന്നുന്ന, അറിയാമല്ലോ നമുക്കൊക്കെ ഡോൺസ് അല്ലെങ്കിൽ അരുത് എന്ന് പറയുന്ന ഇടങ്ങളിലേക്കൊക്കെ ഒന്ന് എത്തി നോക്കാൻ, അല്ലെങ്കിൽ മറ്റാരെങ്കിലും കടന്നു പോകുന്ന എത്തി നോക്കുന്നത് വായിക്കാൻ, അവരുടെ അനുഭവങ്ങൾ അറിയാൻ, വൺസ് ഇൻ എ വൈൽ നിയമങ്ങളൊക്കെ ഒന്ന് ബ്രേക്ക് ചെയ്യാൻ നമുക്കൊക്കെ നമ്മുടെ ഒരു ആനിമലിസ്റ്റിക് ത്വര ഉണ്ടാവാറുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അദ്ദേഹം പറഞ്ഞതുപോലെ ബേസിക്കലി പരിണാമം സംഭവിച്ച് പരിഷ്കൃതരായിരിക്കുന്ന ആളുകളാണ് നമ്മൾ. എവിടെ നിന്ന് വന്നു എന്നുള്ളതൊക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പം എനിക്ക് തോന്നുന്നു ആളുകൾക്ക് പകുതിയിലധികം അല്ലെ 50% ഓഫ് ദ പോപ്പുലേസ് അവർ ക്രൈം അല്ലെങ്കിൽ ഇങ്ങനത്തെ ക്രൈം റിലേറ്റഡ് സാഹിത്യം ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നത് അതൊരു റിയാലിറ്റി തന്നെയാണ്. അപ്പോൾ എൻ്റെയും സ്വാഭാവികമായും മറ്റൊരുപാട് പേരെ പോലെ ഏറ്റവും പ്രിയപ്പെട്ട സിനിമയും ഏറ്റവും പ്രിയപ്പെട്ട സാഹിത്യ ശാഖയും എല്ലാം ഈ ക്രൈം റിലേറ്റഡ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കുറ്റാന്വേഷണവുമായി ബന്ധപ്പെട്ട വർക്കുകളായിരുന്നു. അപ്പം അത് ചെയ്യാനുള്ള ശ്രമങ്ങളായിരുന്നു ആദ്യം സിനിമയിൽ വന്നപ്പോൾ നടന്നത്. പക്ഷേ വന്നത് സിനിമയുടെ ഒരു സ്വഭാവം അറിയാലോ, ഇഷ്ടപ്പെട്ടത് സംവിധായകനും നിർമ്മാതാവിനും നടീനടന്മാർക്കും ഒക്കെ ഇഷ്ടപ്പെട്ടത് വളരെ എളുപ്പത്തിൽ എഴുതിയ ഓം ശാന്തി ഓശാന എന്ന റോം കോമായിരുന്നു. അപ്പോൾ അതാദ്യം സിനിമയായി. അപ്പം നമ്മുടെ കോമഡി നമ്പറുകൾക്കൊക്കെ ആൾക്കാർ ചിരിച്ചപ്പം തിയേറ്ററിൽ ഇരുട്ടിലിരുന്ന് ഞാനും വിചാരിച്ചു കൊള്ളാം, ഹ്യൂമറിലൊരു ഭാവിയുണ്ട്. അങ്ങനെയാണ് അടുത്ത സിനിമയായ ആടും ഹ്യൂമറിൽ ചെയ്യുന്നത്. അതിന് ആരും ചിരിച്ചില്ല, ഞങ്ങൾ 3-4 പേര് മാത്രം തിയേറ്ററിലിരുന്ന്. അതും നിങ്ങൾക്കറിയാം, പിന്നീട് ആട് 2 വന്നപ്പോഴാണ് തിയേറ്ററിലിരുന്ന ആൾക്കാർ ചിരിച്ചത്, ബാക്കിയെല്ലാം OTT-യിലാണ് ചിരിച്ചത്. അങ്ങനെ ക്രൈം അപ്പം ഹ്യൂമർ ചീറ്റിപ്പോയപ്പം അതിൻ്റെ ഒരു വാശിപ്പുറത്ത് വീണ്ടും അടുത്ത ഫീൽ ഗുഡ് ഹ്യൂമറിലേക്ക് കടന്നു ആൻമരിയ. അങ്ങനെ ഹ്യൂമറിൽ കുറേ കാലം, അല്ലെങ്കിൽ ഫീൽ ഗുഡ് ഹ്യൂമർ, അതിനകത്ത് കുറേ കാലം ഒന്ന് ശ്രമിച്ചിട്ടാണ് ഫൈനലി അഞ്ചാം പാതിരയിലൂടെ ഒരു രണ്ടാമത്തെ വരവ് എന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ജോണറിലേക്ക് കാലെടുത്ത് വെക്കാൻ പറ്റിയത്. അപ്പോൾ അതിൻ്റെ കാരണം ഇതാണ്, ആളുകൾക്ക് അതത്രയും വലിയ വിജയമാവാനുള്ള കാരണം അതാണ്. ആളുകൾക്ക് ക്രൈം ഇഷ്ടമാണ്, റിവർബറേഷൻ ഉണ്ടാക്കുന്ന പ്ലോട്ടുകൾ ഇഷ്ടമാണ്. അതോടൊപ്പം തന്നെ അവർ ചെല്ലാൻ ആഗ്രഹിക്കുന്ന, ചെല്ലാൻ മടിക്കുന്ന, ഭയക്കുന്ന ഇടങ്ങളിലേക്ക് അവരുടെ ഒരു നായകനോ വില്ലനോ പോകുന്നത് കാണാൻ ആളുകൾക്ക് ഇഷ്ടമാണ്, നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് അത്തരം രചനകൾ കൂടുതലുണ്ടാവുന്നതും സിനിമകൾ കൂടുതലുണ്ടാവുന്നതുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ അഞ്ചാം പാതിരയിലൂടെ ഒരു രണ്ടാമത്തെ വരവ് വന്നതിൽ ഒട്ടും പശ്ചാത്താപമോ കുറ്റബോധമോ ഇല്ല, അത്യധികം സന്തോഷം മാത്രമാണുള്ളതെന്ന് രേഖപ്പെടുത്തുന്നു. ഇന്ദുവിൻ്റെ ഒരുപാട് സിനിമകൾ വരാനിരിക്കുന്നു. അപ്പോൾ ആ പശ്ചാത്തലത്തിൽ
ഇന്ദുവിൻ്റെ രചനകളിൽ ഏറ്റവും കൂടുതൽ ദൃശ്യ സൂചനകളുള്ളത് വാട്ടർ ബോഡി എന്ന് പറയുന്ന, അത് കുറച്ച് ആത്മകഥ തന്നെയാണ് എന്ന് പറയാം, ഇന്ദുവിൻ്റെ ജീവിതത്തിലെ തന്നെ ഒരു കാലം. പക്ഷെ പിന്നീട് വന്ന, ഇപ്പം പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞ ഈ അമ്മിണിപ്പിള്ള വെട്ടുകേസിന് ശേഷം വന്ന കഥകളിൽ ഇന്ദുവിൻ്റെ കഥ മുന്നോട്ട് പോകുന്ന, അല്ലെങ്കിൽ കഥ വിരിയുന്നത് ഒരുപാട് സന്ദർഭങ്ങളിലൂടെ, അല്ലെങ്കിൽ ഈ കഥാപാത്രങ്ങളുടെ സ്വഭാവത്തിലൂടെ വളരെ എല്ലാ വികാരങ്ങളും പ്രതിഫലിപ്പിക്കുന്ന സംഭാഷണങ്ങളിലൂടെയൊക്കെയാണ്. അപ്പോൾ അതിൽ പലതും സിനിമയാവുകയും ചെയ്യുന്നു. അപ്പം സിനിമയാകാൻ സാധ്യതയുള്ള കഥകൾ, സിനിമയാകുന്ന കഥകൾ, അപ്പോൾ ഇതിൽ ഈ ദൃശ്യ സൂചനകൾ അത് വേണ്ട എന്ന് വെക്കുന്നതാണോ, അല്ലെങ്കിൽ ഓരോ കഥയും ഓരോ ആളുടെ മനസ്സിൽ സംഭവിക്കുന്നു എന്ന് പറയുന്നത് പോലെ നമ്മൾ ആ ഇടം സംവിധായകന് വേണ്ടി ബാക്കി വയ്ക്കുന്നതാണ്? ഞാൻ സംവിധായകനെ കണ്ട് കഥ എഴുതുന്നു എന്ന അർത്ഥത്തിലല്ല, പക്ഷേ സിനിമയാകാൻ സാധ്യതയുള്ള കഥകൾ എന്ന അർത്ഥത്തിൽ ചോദിക്കുകയാണ്. അപ്പം മറ്റൊരു രീതിയിലേക്ക് കഥ പോകുന്നു, അല്ലെങ്കിൽ അത് ആത്മകഥ ആയതുകൊണ്ടാണോ അന്നതിൽ അങ്ങനെ സംഭവിച്ചത്? ഒന്ന്, വാട്ടർ ബോഡി പൂർണ്ണമായിട്ടും ഒരു ആത്മകഥയാണ്. എൻ്റെ വെള്ളം കൊണ്ട് മാത്രം എഴുതി. എൻ്റെ ജീവിതം ഒരു വെള്ളത്താൽ ചുറ്റപ്പെട്ട പ്രദേശമായിരുന്നുണ്ട്. വെള്ളം എവിടൊക്കെ എൻ്റെ ജീവിതത്തിൽ വന്നു അവിടെ മാത്രം സ്പർശിച്ചുകൊണ്ടുള്ള അതിനൊരു നോവൽ അല്ലെങ്കിൽ ഒരു കഥാസൂചന. പക്ഷേ നമ്മളൊരു സോ കോൾഡ് ഒരു സിനിമയല്ല. എന്നുവെച്ചാൽ വേറൊരു നല്ല സിനിമ, അല്ലെങ്കിൽ അത്തരം സിനിമകൾ ഉണ്ടോ അല്ലെങ്കിൽ എടുക്കാൻ തീയുമോ എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ അതിന് വേറൊരു തരം സിനിമ സണ്ണി കണ്ടതുപോലെ, സണ്ണി 2 സിനിമകളുടെ തിരക്കഥ, പ്രശസ്തമായ 2 സിനിമകളുടെ തിരക്കഥ എഴുതിയ ആളാണ്. തത്സമയം ഒരു പെൺകുട്ടിയും, അപ്പ് ആൻഡ് ഡൗൺ മുകളിലൊരാളുണ്ട്. അപ്പോൾ അങ്ങനെ ഈ കാണുന്ന കാഴ്ചകൾ, മറ്റുള്ളവർ കാണുന്ന കാഴ്ചകളാണ് പലപ്പോഴും എൻ്റെ സിനിമ. ഞാൻ പിന്നെ എഴുതിയ ഇതിൻ്റെ അകത്തുള്ളൊരു ദൃശ്യ സാധ്യതകൾ കണ്ട് നിങ്ങൾ എഴുതി നോക്കൂ, നിങ്ങൾ എഴുതൂ എന്ന് പറഞ്ഞിട്ട് മാത്രമാണ് ഞാൻ ഇതിൻ്റെ സ്ക്രിപ്റ്റും റൈറ്റിങ്ങും വരുന്നത്. ഞാൻ ഇതിനെ ഒരു പഠിച്ചുകൊണ്ടോ അല്ലെങ്കിൽ സംഗതികളോ ചെയ്യുന്ന ഒരാളല്ല. കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഒരു രംഗം, അല്ലെങ്കിൽ ഒരു രംഗം എന്ന് പറയുന്നത് റൈറ്റിംഗ് ആണ്. അതിലെവിടാണ് ദൃശ്യസാധ്യത വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ തൊങ്ങലുകൾ സാഹിത്യം എന്ന് പറയുന്ന ഒരു എലിമെൻറ്റ് ഞാനത് ഉപേക്ഷിച്ചിരുന്നു. അത് ഈ കള്ളനുമായിട്ടുള്ള എൻ്റെ ഇൻട്രാക്ഷൻ വഴിയാണ്. ഇത്രയും ഭീകരമായ ജീവിതം. മറ്റൊന്ന്, ഞാൻ തിരുവനന്തപുരത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഈ വിമാനത്താവളങ്ങളിലൊക്കെ കിളിയെ ഓടിക്കുന്ന, പരുന്തുകളെ ഓടിക്കുന്ന തരത്തിലുള്ള കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അവർ ജോലി ഇപ്പോഴും ഉണ്ട്. എല്ലാ ഹീത്രൂ വിമാനത്താവളം ലണ്ടനിലെല്ലാം ഉണ്ട്. അപ്പോൾ അവർ വന്ന് അവരുടെ ജീവിതം പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത്, ദൈവമേ, ഇങ്ങനെ മനുഷ്യർ നമ്മളെടുത്ത്, നമ്മൾ ഈ വിമാനം കയറാൻ പോകുന്നതിൻ്റെ സൈഡിൽ മനുഷ്യർ ദിവസക്കൂലിക്ക് ഉണ്ടല്ലോ നമ്മുടെ ജീവൻ കാക്കാനായിട്ട്. അവരെ വെച്ചൊരു കഥ ഞാൻ മാതൃഭൂമി വീക്കിലി എഴുതി പ്രസിദ്ധപ്പെടുത്തി. അതുമായിട്ട് അതിൻ്റെ ഒരു കോപ്പിയുമായിട്ട് വന്നപ്പം രണ്ടാമത് ഇവർ നിൽക്കുക, അന്ന് വന്ന വാർത്ത വീണ്ടും വന്നില്ലല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഇതെടുത്ത് ഇവരെ കാണിച്ചു, നിങ്ങളുടെ ഒരു കഥ, നിങ്ങളുടെ ജീവൻ, ഞാനൊരു സിനിമ അല്ല, നിങ്ങളുടെ കഥ ഞാനൊരു കഥയായിട്ട് എഴുതിയിട്ടുണ്ട്. അവരതിലേക്കൊന്ന് നോക്കിയത് കൂടിയില്ല. അതായിരുന്നു എനിക്കുണ്ടായിരുന്നൊരു വലിയ റെവലേഷൻ. എന്ന് വെച്ചാൽ നമ്മൾ ഈ ശവപ്പെട്ടിയുടെ കാര്യം പറഞ്ഞ കണക്കാ, ഒരു മിഡിൽ ക്ലാസ്സായ ആൾക്കാർ മാത്രം വായിക്കുകയും ഇരിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണല്ലോ കൂടുതലും ഈ സാഹിത്യം. ബഹുഭൂരിഭാഗവും സാഹിത്യം എന്നുള്ളൊരു സംഗതി വരുന്നു. 200-300 രൂപ ചിലവാക്കി വാങ്ങിക്കാൻ കഴിവുള്ളവർ, നിത്യജീവിതത്തിന് ആഹാരത്തിന് കഴിയുന്ന മനുഷ്യർ എങ്ങനെയാണ് സാഹിത്യം ചെയ്യുന്നത്? അവിടെയാണ് ഈ ദൃശ്യം പോലുള്ള സാധനങ്ങൾക്കുള്ള ഒരു അത് രണ്ടും എൻ്റെ ഡിഫറൻ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് അതുകൊണ്ട് തന്നെ ഞാൻ ആ തൊങ്ങലുകളങ്ങ് ഉപേക്ഷിച്ചു. അതിൻ്റെ ഒരു ഗാഢത അല്ലെങ്കിൽ ഇത് ആഴത്തിൽ, ഇതൊക്കെ നമുക്ക് പോവാം. അങ്ങനെ എഴുതുന്ന ആൾക്കാർ അത് മോശം എന്നുള്ള അർത്ഥത്തിലല്ല. എനിക്കതിൻ്റെ ഒരു ക്ലാരിറ്റിയാണ് കുറച്ചും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് തോന്നി. ആ ക്ലാരിറ്റി വന്നപ്പോഴാണ് പല ആൾക്കാരും അതിനുള്ളൊരു സിനിമയ്ക്കുള്ളൊരു സാധ്യത ഉണ്ടല്ലോ എന്നുള്ള മട്ടിൽ വരുന്നത്. സാഹിത്യത്തിൽ ഒരിക്കലും നമുക്ക് സിനിമയ്ക്ക് വേണ്ടി ഒരു സാഹിത്യം എഴുതാൻ പറ്റില്ല. ഇപ്പം ഇതിൻ്റെ അടുത്തൊക്കെ ചോദിച്ചാൽ അറിയാം, അവർ ഇത് കാണുന്നതെന്ന് വെച്ചാൽ സിനിമയ്ക്ക് വേണ്ടി എഴുതുന്ന ഒരു കഥയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കൃത്യമായിട്ടത് മനസ്സിലാവും അത് സിനിമ ഇത് ഉദ്ദേശിച്ചോ എന്നുള്ള. അങ്ങനല്ല, ഇപ്പോൾ ഒരു സംവിധായകരോ അല്ലെങ്കിൽ സിനിമയിൽ ഇത് വരുന്നവരൊക്കെ അവർ കാണുന്നത് കൃത്യമായിട്ട് ഇതിൻ്റെ അകത്ത് ദൃശ്യ സൂചനകൾ എവിടെയോ കിടക്കുന്നു. ഇതിൽ പാറ്റി തെളിച്ചെടുത്തു കഴിഞ്ഞാൽ ഒരു സിനിമയ്ക്ക് ആവാനുള്ളൊരു ഡ്രാഫ്റ്റ്, ഒരു ഉദ്വേഗത്തിൻ്റെ യാത്ര അതിൽ കിടക്കുന്നു എന്നാണ് അവർ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് കണ്ടെത്തി വരുന്നവർക്കാണ് ഇത് ഇത്തരത്തിലുള്ള ദൃശ്യ സാധ്യത മനസ്സിലാവുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനെക്കുറിച്ച് ഇപ്പോഴും എനിക്കൊരു ക്ലാരിറ്റി ഇല്ല. പിന്നെ ഒരിക്കലും സിനിമയാക്കാനായിട്ട് നമുക്കൊരു കഥ എഴുതാൻ പറ്റില്ല. സിനിമയാക്കിയാൽ മോരും ഇതും കണക്ക് കിടക്കും. വായനക്കാരൻ്റെ അടുത്ത് അതൊരു സാഹിത്യമായി നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ അത് സാഹിത്യമായാൽ മാത്രമേ പറ്റത്തുള്ളൂ.
അപ്പം അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ മിഥുനായിരിക്കും സംസാരിക്കുക. എങ്ങനെയാണ് ഒരു കഥയൊക്കെ മിഥുന് സെലക്ട് മിഥുൻ പിന്നെ മലയാളത്തിലെ ചെറുകഥകൾ സിനിമയാക്കിയ ആളാണ്. ഏതാ മറ്റേ അശോകൻ ചെരുവിലിൻ്റെ കഥ സിനിമയാക്കിയ ആളാണ്. അപ്പോൾ അത്തരത്തിലുള്ള സൂചനകളൊക്കെ മിഥുനേണ്ടത്. ഇന്ദു ചോദിച്ചത് തന്നെയാണ് മിഥുനോട് ചോദിക്കാനുള്ളത്. ഈ മിഥുൻ സ്വയം എഴുതുമ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി എഴുതുമ്പോഴും അതൊരു അതിൻ്റെ ഒരു ദൃശ്യ സാധ്യതകൾ മിഥുൻ സജസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അഞ്ചാം പാതിര പോലെ ഇത്രയും നന്നായി ഷൂട്ട് ചെയ്തൊരു സിനിമ, അപ്പം അത് മിഥുൻ തന്നെ എടുക്കുന്നൊരു സിനിമയാണ്. അപ്പോൾ അതിൽ നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടാവും. അപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി സംവിധാനം ചെയ്യുമ്പോൾ അത് എങ്ങനെയാണ് അതിൻ്റെ ഒരു സാധ്യതകൾ പറയുക, എങ്ങനെയാണ് സജസ്റ്റ് ചെയ്യുക? ഒന്ന് അനുബന്ധിച്ച് ഒരു ചോദ്യം ഇന്ദു പറഞ്ഞ കാര്യമാണ് ഈ എഴുത്തിന് വേണ്ടിയുള്ള ജീവിത നിരീക്ഷണം. ഇപ്പോൾ ഓം ശാന്തി ഓശാന എന്നുള്ള സിനിമയിലെ ഏറ്റവും വലിയ ആകർഷണം എനിക്ക് തോന്നുന്നത് നസ്രിയയുടെ കഥാപാത്രമാണ്. നമ്മുടെ പുതിയ കാലത്തെ പെൺകുട്ടികൾ, അവരുടെ ആ ജീവിതത്തോടുള്ള സമീപനം, പ്രസരിപ്പ്, പ്രസാദം. അപ്പോൾ അതിനുവേണ്ടിയുള്ള ഒരു ജീവിത നിരീക്ഷണം എങ്ങനെയാണ്? ഈ രണ്ടാമത്തെ പീസിന് ആദ്യം ഉത്തരം പറയാം. ജീവിതങ്ങളെ നിരീക്ഷിക്കുന്നതിനകത്ത് അപ്പോൾ ഇന്ദുഗോപൻ ചേട്ടൻ പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ട് ശരിക്കും എൻ്റെ വിജയിച്ച സിനിമകൾ, പ്രത്യേകിച്ചും സിനിമകൾ പൊതുവിലും ഏതെങ്കിലുമൊക്കെ റിയൽ ലൈഫ് ഇൻസിഡൻറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ജീവിച്ചിരുന്ന എനിക്ക് പരിചയമുള്ള കഥാപാത്രങ്ങളെയൊക്കെയോ എടുത്തിട്ട് ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് അത്തരം ജീവിതത്തിൽ നിന്ന് എടുത്തിട്ടുള്ള കഥാപാത്രങ്ങളോ സിറ്റുവേഷൻസോ പ്രേക്ഷകരുമായിട്ട് കുറച്ചും കൂടെ ഓഫ് കോഴ്സ് നമ്മളതിനെ കൊമേഴ്ഷ്യലൈസ് ചെയ്യും. ഒരു സിനിമയുടെ തിരക്കഥയുടെ സ്വഭാവത്തിലേക്ക്, എൻ്റർടൈൻമെൻറ്റിൻ്റെ സ്വഭാവത്തിലേക്ക് നമ്മൾ വരുത്തും. പക്ഷേ ഇങ്ങനെ നമ്മൾ റിയൽ ലൈഫിൽ നിന്നും എടുക്കുന്ന സംഭവങ്ങളോ വ്യക്തികളോ ആളുകളുമായിട്ട് കൂടുതൽ കണക്റ്റ് ആവുമെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. ഇപ്പം ഓം ശാന്തി ഓശാന അങ്ങനെയുള്ളൊരു അനുഭവമാണ്. ഷാജി പാപ്പൻ എനിക്ക് പരിചയമുള്ള വടംവലി ആളുകളിൽ നിന്നും നമ്മുടെ സുഹൃത്ത് പറഞ്ഞ ഒരു കഥയിൽ നിന്നുമൊക്കെ റിയൽ ലൈഫ് ഇൻസിഡൻറ്റിൽ നിന്ന് എടുത്തതാണ്. ആൻമരിയ എൻ്റെ അതിൽ ആക്ച്വലി ആൻമരിയ ആയിട്ടുള്ളത് എൻ്റെ ഒരു കുട്ടിക്കാലത്തെ ഒരു ജീവിതാനുഭവമാണ്. അതുപോലെ അഞ്ചാം പാതിര അതിൻ്റെ ഒന്ന് രണ്ട് സംഭവങ്ങൾ കണക്ട് ചെയ്തിരിക്കുന്നത് നിങ്ങളൊക്കെ പത്രങ്ങളിൽ നിന്ന് വായിച്ചു കാണും. ജീവിതത്തിൽ നമ്മുടെ സമൂഹത്തിൽ ശരിക്കും നടന്ന സംഭവങ്ങളിൽ നിന്നാണ്. അപ്പോൾ ഇങ്ങനെ ഈവൻ ടർബോയിൽ പോലും ഒരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയാണ്, നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്കാമിനെ ആസ്പദമാക്കിയാണ് ആ സിനിമയുടെ ക്രക്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ പരിന്തിനെ ഓടിക്കുന്നവരുടെ കഥ പറഞ്ഞതുപോലെ അതൊക്കെ ഞാൻ വായിച്ചിട്ടുള്ള കഥയാണ്. അതൊക്കെ നമുക്ക് കണക്റ്റ് ആവുന്നത് നമുക്ക് ചുറ്റും അത്തരത്തിലുള്ള ആളുകൾ ശരിക്കും ഉണ്ട്, അല്ലെങ്കിൽ ഈ സംഭവങ്ങൾ നടക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ പ്രേക്ഷകർക്കൊരു ഇമോഷണൽ കണക്റ്റ് കൂടുതൽ കിട്ടുന്നതായിട്ട്. ഈവൻ ഞാൻ സിനിമയോ ഒരു സാഹിത്യ സൃഷ്ടിയോ വായിക്കുമ്പം യഥാർത്ഥത്തിൽ നടന്നതാണെന്ന് പറയുമ്പോൾ ഒരു ഇമോഷണൽ കണക്റ്റ് കൂടുതൽ കിട്ടുന്നില്ലേ എന്നൊരു സംശയം എനിക്കെപ്പോഴും ഉണ്ടാവാറുണ്ട്. കാരണം അത്തരം സിനിമകളാണ് കൂടുതൽ വിജയിക്കുന്നത്, വിജയിച്ചിട്ടുള്ളത്. ഇനി നമ്മുടെ ചോദ്യത്തിൻ്റെ ഫസ്റ്റ് പാർട്ട് എന്തായിരുന്നു? ഓക്കെ. സ്വന്തം എഴുതുന്ന കഥ ഡയറക്റ്റ് ചെയ്യാൻ ആക്ച്വലി കുറച്ചും കൂടി ക്ലാരിറ്റി നമുക്ക് കൂടുതലുണ്ടാകും. കാരണം അതിപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഇവിടെ സിനിമ മോഹികളുണ്ടെങ്കിൽ, സിനിമ സ്വപ്നം കാണുന്നവരുണ്ടെങ്കിൽ, സ്വന്തമായി എഴുതുകയും സംവിധാനം ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ, അല്ല ഇതിൻ്റെ പിന്നിലൊരു രസതന്ത്രം, ഒരു കൺസീവിംഗ് ഒക്കെ എങ്ങനെയാണെന്ന് അറിയാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ, നമ്മുടെ ഒരു കഥ, ഒരു ആശയം അതൊരു സിനിമയാക്കാൻ, അതിനെ കൺസീവ് ചെയ്തൊരു സിനിമയിലേക്ക് മാറ്റാൻ, ഒരു സിനിമ ഫുൾ എന്താ പറയുക, അതിൻ്റെ ഒരു ബേസിക് ഫോമിലേക്ക് മാറ്റാൻ എളുപ്പമായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആ ബേസിക് തോട്ട് തൊട്ടേ അതിൻ്റെ കൺസീവിങ് നമ്മളാണ്. ഒരു കഥയുടെ തന്നെ അത് ഉൾക്കൊള്ളുന്നത് നമ്മളാണ്. ഇനി മറ്റൊരാളുടെ കഥ കൺസീവ് ചെയ്യുമ്പം എനിക്ക് തോന്നുന്നത് ഒരല്പം ചില സമയങ്ങളിലെങ്കിലും, കാരണം ഈ വിഷൻ നമ്മുടെ വിഷനാക്കി മാറ്റണം. മറ്റൊരാളുടെ ഒരു കഥയെ, കാഴ്ചപ്പാടിനെ നമ്മളുടെ ഒരു വിഷനാക്കി നമ്മൾ അഡാപ്റ്റ് ചെയ്തെടുക്കുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. അതിനേക്കാൾ എളുപ്പമായാണ് ഒരു കമ്പാരിറ്റീവ് ഒരു 10% എങ്കിലും എളുപ്പമാണ് സ്വന്തം കഥ കൺസീവ് ചെയ്യുന്നതെന്ന് ഇത് രണ്ടും ചെയ്തിട്ടുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് എനിക്ക് ചിലപ്പം തോന്നാറുണ്ട്. പക്ഷേ ചില സംവിധായകർ ഇപ്പോൾ നമുക്കറിയാം, മറ്റ് കഥകളൊക്കെ അതിഗംഭീരമായിട്ട് തിരക്കഥയിലെത്തിക്കുന്ന ഗംഭീര ഡയറക്ടേഴ്സും അത് ആരെഴുതിയെന്നത് പോലും പ്രസക്തമല്ലാത്ത വിധം അവരത് കൺസീവ് ചെയ്ത് അഭ്രപാളികളിൽ എത്തിക്കാറുണ്ട്. അങ്ങനെയുള്ള ആളുകളുണ്ട് കേട്ടോ. ബട്ട് ദിസ് ഇസ് മൈ പേഴ്സണൽ എക്സ്പീരിയൻസ്. എൻ്റെ ഒരു അനുഭവത്തിൽ എനിക്കൊരു ഒരു പൊടിക്ക് എളുപ്പക്കൂടുതൽ ഞാൻ തന്നെ ആലോചിക്കുന്ന കഥാതന്തുക്കൾ അല്ലെ കൺസീവ് ചെയ്യുന്ന കഥകൾ, എനിക്കറിയാവുന്ന സംഭവങ്ങൾ സിനിമയാക്കാനാണ്. ഈ രണ്ടുപേരെയും ഘടിപ്പിക്കുന്ന മറ്റൊരു കാര്യം, രണ്ടുപേരും വലിയ എടുത്തുചാട്ടക്കാരാണെന്നാണ്.
അത് അത് നമ്മൾ സാധാരണഗതിയിൽ നമ്മുടെ ജീവിതത്തിൽ ഭയക്കുന്ന ചില സംഗതികളുണ്ട്. അത്തരം തീരുമാനങ്ങളിലേക്ക് പോയ ആളുകളാണ്. ഇന്ദുവിൽ തുടങ്ങാം. ഇന്ദു ചിതറിയവർ എന്നൊരു സിനിമയുടെ സ്ക്രിപ്റ്റാണ് ആദ്യം എഴുതിയത്. പിന്നീട് നമ്മുടെ ഒറ്റക്കൈയ്യൻ എന്ന് പറഞ്ഞൊരു സിനിമ എടുത്തു. അപ്പോൾ ആ സിനിമ എടുത്തത് ഞങ്ങൾ സുഹൃത്തുക്കളായതുകൊണ്ട് അറിയുന്നൊരു കാര്യം, ഭാര്യയുടെ വസ്തു പണയപ്പെടുത്തിയിട്ടാണ്. അതൊരു വലിയ ധൈര്യമാണ്. അന്ന് ഒറ്റയ്ക്ക് ഒരു സിനിമാ പരിശീലനവും ഉണ്ടായിരുന്നില്ല ഇന്ദുഗോപൻ അന്ന്. അപ്പോൾ ഇത്രയും കടുത്ത നടപടിയിലേക്ക് ജീവിതം വെച്ച് കളിക്കാം എന്ന ധൈര്യം ഒരു സർഗാത്മകമായ ധൈര്യം മാത്രമല്ലല്ലോ, അത് ജീവിതത്തിലൊരു ധൈര്യവും കൂടിയാണ്. ആ ധൈര്യം എങ്ങനെ കിട്ടുന്നു? അല്ലെങ്കിൽ നമ്മുടെ ഒരു പക്ഷേ നമ്മുടെ ഒരു സർഗശേഷിയുള്ള വിശ്വാസം ഒരു വലിയ ഘടകമായിരിക്കും, അല്ലെങ്കിൽ ജീവിതത്തിൽ ചില തീരുമാനം എടുക്കാനുള്ള ഒരു സംഗതിയായിരിക്കും. അതിൻ്റെ ഒരു ഞാൻ പറയുന്നത് അതിൻ്റെ താത്വിക തലത്തിലല്ല, അതിൻ്റെ ജീവിതത്തിൽ അത് എങ്ങനെ, നമുക്കൊരു കുറച്ചുകൂടി പേഴ്സണലായ ചോദ്യത്തിലേക്കാണ്. ആദ്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ ഒരാൾ ആ ചോദ്യം ചോദിക്കുന്ന കാര്യം. അതേതോ വിസ്മൃത കാലത്തുള്ള കഥയായിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. ഒന്ന്, അന്നാണെങ്കിലും ഇന്നാണെങ്കിലും സിനിമ എൻ്റെ ഒരു പാഷനിൽ പെട്ട ഒരു സംഗതിയല്ല. എന്നിട്ട് ഞാനൊരു സിനിമ എടുക്കുകയും നിർമ്മാതാവുകയും ഒക്കെ ചെയ്യാൻ വിധിക്കപ്പെട്ടു എന്ന് പറയുന്നത് വളരെ വിചിത്രമാണ്. അതിനും കാരണം സാഹിത്യമാണ്. കാരണം എന്ന് വെച്ചാൽ 2000-ൻ്റെയൊക്കെ ഒരു തുടക്കത്തിൽ ഒരു പകുതിക്ക് ഞാൻ തിരുവനന്തപുരത്ത് മാനം മര്യാദയ്ക്ക് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നൊരു സമയത്ത് ആണ് ഇങ്ങനെ നമ്മുടെ സന്തോഷ് ഏച്ചിക്കാനം, കഥാകൃത്തായ സന്തോഷ് ഏച്ചിക്കാനത്തിൻ്റെ ആദ്യത്തെ സിനിമ അവർ കൂട്ടുകാരൊക്കെ ആയിട്ട് ചേർന്ന് നവംബർ റെയിൻ എന്ന് പറഞ്ഞിട്ട് സിനിമ അവർ എല്ലാവരും കൂടെ ചേർന്ന് എടുക്കുക. അപ്പോൾ അതിൻ്റെ ആഘോഷ കമ്മിറ്റികളിലൊക്കെ ഞാനും പോയി എന്ന് പങ്കെടുത്തപ്പോൾ ഞാൻ ചോദിച്ചു, എന്തുവാ ഈ സംഗതി, ഈ സിനിമയെന്ന് പറഞ്ഞ സാധനം എന്താണ് എന്ന് പറയും. അപ്പോഴത്തേക്ക് ഒരു സമയത്ത് സന്തോഷ് പറഞ്ഞു, അതിപ്പോൾ ഒന്നുമില്ല, അതിപ്പം നമുക്കിപ്പോൾ ഇതൊക്കെ സാറ്റലൈറ്റൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തുവാ സാറ്റലൈറ്റ്? അപ്പം ഇപ്പം ഏത് പടം എടുത്താലും 12 ലക്ഷം രൂപ സാറ്റലൈറ്റ് കിട്ടും. ഞാൻ എൻ്റെ ജീവിതത്തിൽ സിനിമ ഇത് ചെയ്യുകയൊന്നും ചെയ്തു. ഒരു തവണ നമ്മുടെ പനമ്പള്ളി നഗറിൽ ജോലി ചെയ്തിരിക്കുന്ന സമയത്ത് നമ്മുടെ ഈ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നത് ഏതെന്നറിയാം, നമ്മുടെ CID മൂസയുടെ ഷൂട്ടിംഗ്. അതൊരു ഷൂട്ടിംഗ് ആണെന്ന് കണ്ട് ഞാൻ വഴിതിരിച്ച് വിട്ടത് മാത്രമാണ് എൻ്റെ ജീവിതത്തിൽ സിനിമയുമായിട്ടുള്ള ആകെ ബന്ധം. അപ്പം ഞാൻ എന്ന് ചോദിച്ചത് വളരെ എളുപ്പമല്ലേ, അങ്ങനെയാണെങ്കിൽ നമുക്ക് 12 ലക്ഷം രൂപയ്ക്ക് അകത്തൊരു സിനിമ ചെയ്തു കഴിഞ്ഞാൽ ഇതെന്താ ഏതാണെന്ന് നമുക്ക് ഇത് ചെയ്യാമല്ലോ. അത് നമുക്കാകെ അറിയാവുന്നത് കഥ എഴുതുക എന്നുള്ളതാണല്ലോ. അപ്പോൾ സന്തോഷം പറഞ്ഞു, തന്നെടാ അതിൻ്റെ അകത്ത് വെച്ച് എടുക്കുകയാണെങ്കിൽ സുഖമായിട്ടൊന്നും എടുക്കാമെന്ന്. പിന്നീടല്ലേ ഞാൻ മനസ്സിലാക്കി. അപ്പം എനിക്കിത് മനസ്സിലായി, നമ്മളിത് അറ്റംപ്റ്റ് ചെയ്യുന്നൊരു സാധനമല്ല, എന്തായാലും 12 ലക്ഷം രൂപ തിരിച്ചും കിട്ടുമല്ലോ. വേറൊരാളിനെ ഇതിൻ്റെ അകത്ത് ഇടേണ്ട കാര്യമില്ല. കാര്യം വെച്ചാൽ നേരത്തെ മിഥുൻ പറഞ്ഞ കണക്കാം, വേറൊരാൾ നമ്മളുടെ ഒരു ഐഡിയയോ ഇതോ അയാളെ പറഞ്ഞ് മനസ്സിലാക്കി എടുക്കുക എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്ന് വെച്ചാൽ ഇപ്പം മിഥുൻ ഒരു ഗ്രാമപ്രദേശം എന്ന് പറയുമ്പോഴത്തേക്ക് അത് വയനാട്ടിലുള്ള മിഥുൻ കണ്ട മിഥുൻ്റെ കൊച്ചിലെയുള്ളൊരു ഗ്രാമപ്രദേശമാണ്. ഈ സംവിധായകൻ വരുന്നതെന്ന് പറയുന്നത് ഒരു പക്ഷേ ഞങ്ങളെയൊക്കെ നാട്ടിൽ നിന്നുള്ള ഒരു തീരപ്രദേശത്തു നിന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ സങ്കല്പത്തിലെ ഗ്രാമം ഇതാണ്. അപ്പം നമ്മൾ അവിടെ മുതൽ ഒരു ടീച്ചിങ്ങും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു കൊടുക്കൽ വാങ്ങലിൽ ഏകദേശം ഒരു മധ്യ സ്ഥലത്ത് നമ്മളൊരു ഗ്രാമം സൃഷ്ടിച്ചുണ്ടാക്കുന്ന സ്ഥലത്തു നിന്നാണ് ഇത് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു പ്രശ്നം വരുന്നില്ല. ഞാനങ്ങ് എടുത്തു, ഈ സംഗതി അങ്ങ് എടുത്തു. എന്തൊക്കെയോ ആരുടെയൊക്കെയോ ഭാഗ്യവശാൽ അപ്പോഴത്തേക്ക് ഈ സാറ്റലൈറ്റിൻ്റെ കാലം കഴിഞ്ഞു പോയി. ഇത് ഇറക്കി ഇത് ചെയ്തപ്പോഴത്തേക്ക് ആൾക്കാർക്ക് ഇതിൻ്റെ പറ്റിപ്പിൻ്റെ ഇതൊക്കെ മനസ്സിലായി പലർക്കും. അതോടുകൂടി ഈ സംഗതി ഇതിൻ്റെ പെട്ടിക്കകത്ത് തന്നെ അങ്ങ് ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ഒരു 1-2 വർഷം കഴിഞ്ഞ് ഞാൻ പിന്നെ സിനിമ പോസ്റ്ററുകൾ പോലും ഞാൻ ആ ഭാഗത്തേക്ക് നോക്കാത്തൊരു കണ്ടീഷനിലേക്ക് വന്നു. സ്വന്തമായി നിർമ്മിച്ചതല്ലേ, കാരണം സിനിമയായിട്ട് ഒരു ബന്ധവുമില്ല, അതിനോടൊരു പാഷനില്ല. എന്നിട്ട് ഒരാൾ എന്തിൻ്റെ നിന്ന് പെടുക എന്ന് പറയുന്നത്. അങ്ങനെ ഇരിക്കുകയാണ് വളരെ വിചിത്രമായ രീതിയിൽ ഒരു ദിവസം ഒരു കാര്യം സംഭവിക്കുന്നു. മറ്റു ചില സൂപ്പർ സ്റ്റാർ ചിത്രങ്ങളുടെ കൂട്ടത്തിൽ ചേർക്കാനായി കൊടുക്കാനായി 1-2-3 ചെറിയ സിനിമകൾ അന്വേഷിച്ച് നോക്കുന്ന ഒരാൾ സമീപിക്കുകയും ഈ പറഞ്ഞ തരത്തിലുള്ള ഇതിനേക്കാൾ കുറച്ചും കൂടെ മെച്ചമായൊരു തുക വരികയും ഞാൻ അതിൽ നിന്ന് ജീവനും കൊണ്ട് ഈ സിനിമയിൽ ഇനി സിനിമയുമായൊരു ബന്ധമേ ഇല്ല എന്നുള്ള മട്ടിൽ രക്ഷപ്പെടുകയും ചെയ്യുകയാണ്. പിന്നീട് കാലം കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ കണക്കുള്ള ഇതിൻ്റെ അകത്തുനിന്നുള്ള ഒരു ദൃശ്യ സാധ്യതകളോ ഇതൊക്കെ കണ്ട് പിന്നെയും നമ്മൾ സിനിമയിലേക്ക് തന്നെ എത്താൻ നിയുക്തനായി എന്ന് പറയുന്നതാണ് ഇതിൻ്റെ അകത്തുനിന്നുള്ളൊരു വളരെ വിചിത്രമായ ഒരു കഥ. അതുകൊണ്ട് നിങ്ങൾ വളരെ സന്തോഷിച്ച് കാണുന്നതിനെ വളരെ സൂക്ഷിക്കണം നിങ്ങൾ കേട്ടോ.
മിഥുൻ്റെയും ജീവിതത്തിൽ ഇങ്ങനെ യാദൃശ്ചികതകളുണ്ട്. കാരണം മിഥുൻ നേരത്തെ പറഞ്ഞ പോലെ പ്രസംഗകനൊക്കെ ആയിരുന്നു. ഇപ്പോൾ സ്വാഭാവികമായിട്ടും നന്നായി പഠിക്കുന്ന കുട്ടിയായിരിക്കും. അത് കഴിഞ്ഞ് MSW കഴിഞ്ഞു, വിദേശത്ത് പോയി, അവിടെ മോട്ടിവേഷണൽ സ്പീക്കറും അങ്ങനെയൊക്കെ ആയിരുന്നു. അതും കഴിഞ്ഞ് നാട്ടിൽ വന്നിട്ടാണ് ഈ ഒരു സിനിമ ബന്ധം ആരംഭിക്കുന്നത്, സിനിമയിലേക്ക് മാറുന്നത്. അത് ആദ്യം വലിയൊരു ജനപ്രിയ സിനിമ, വലിയൊരു ഹിറ്റ് സിനിമ എഴുതി. അത് കഴിഞ്ഞ് ഒരു സംവിധായകൻ്റെയും അസിസ്റ്റൻ്റ് ആകാതെ, ആരെയും അസോസിയേറ്റ് ആവാതെ ഒരു ദിവസം ആട് എന്ന് പറഞ്ഞൊരു സിനിമയായിട്ട് വരികയാണ്. ഒരു കാലത്തിന് കുറച്ച് മുൻപേ സഞ്ചരിച്ചൊരു സിനിമ എന്ന് പറയാം. അല്ലെങ്കിൽ മലയാളത്തിൽ അത് ഒരു പൂർവ്വ മാതൃകയില്ല എന്ന് പറയണം, അങ്ങനത്തെ ഒരു കാരിക്കേച്ചർ സ്വഭാവത്തിലൊരു സിനിമ. അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞ എടുത്തുചാട്ടം അല്ലെങ്കിൽ ധൈര്യം, അതിനെക്കുറിച്ച് മിഥുൻ്റെ ജീവിതത്തിലെ കാര്യങ്ങളെക്കുറിച്ച് കൂടി ഒന്ന് പറയാം. ഈ എടുത്തുചാട്ടം വളരെ അതിൻ്റെ ഏറ്റവും ഗുരുതരമായ അവസ്ഥയിൽ, അതിൻ്റെ പീക്കിൽ കൈമുതലായിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ സിനിമയിലേക്ക് കയറാൻ തീരുമാനിക്കുന്ന പോയിൻ്റ് തൊട്ട് തീരുമാനിക്കുമ്പോഴും എനിക്ക് സിനിമയെക്കുറിച്ച് ഒരു ധാരണയില്ല. എങ്ങനെയാണ് സിനിമയെന്നോ, സിനിമ ഷൂട്ടിംഗ് പോലും കണ്ടിട്ടില്ല. പണ്ട് വയനാട്ടിലായിരുന്നു. അപ്പോൾ ഇവിടെ അപ്പുറത്ത് വയനാടാണ് വീട്. വയനാട് എനിക്ക് തോന്നുന്നു പണ്ട് ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് അവിടെ ഷൂട്ട് ചെയ്ത സിനിമകളൊന്നും ഓടിയിട്ടില്ല എന്നൊരു കാരണം കൊണ്ട് അൺലക്കി ലൊക്കേഷനായിട്ട് സിനിമക്കാരിട്ടിരിക്കുന്ന ഒരു സ്ഥലം. പിന്നെ കൊച്ചിയിൽ നിന്നോ തിരുവനന്തപുരത്ത് നിന്നോ, പണ്ട് തിരുവനന്തപുരം സിനിമയായിരുന്നപ്പോഴും വയനാട്ടിലേക്കൊക്കെ ഒരു ലൊക്കേഷനിലേക്കൊരു ടെക്നിക്കൽ എക്യുപ്മെൻറ്റ് എത്തിക്കണമെങ്കിലുള്ള ബുദ്ധിമുട്ടുകൊണ്ട് പുതിയ സിനിമാക്കാരും അങ്ങോട്ട് വരാതായിരിക്കുന്നൊരു കാലത്താണ് നമ്മൾ വയനാട്ടിൽ നിന്ന് സിനിമ സ്വപ്നം കാണുന്നത്. അപ്പോൾ അന്ന് സിനിമയിൽ കയറാൻ തീരുമാനിക്കുന്ന സമയത്ത് സിനിമ എന്താണെന്നോ ഏതാണെന്നോ അറിയാതെ അതിൻ്റെ പുറകെ ഒരു യാത്രയായിരുന്നു. അതും ഒരു ലോഡ് കടവായിട്ടാണ് നമ്മൾ സിനിമയുടെ പുറകെ യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഈ പറയുന്ന എടുത്തുചാട്ടക്കാരനായതുകൊണ്ടും വീണ്ടും വിചാരമില്ലാത്തത് കൊണ്ടും സിനിമയിൽ കയറിയില്ലെങ്കിൽ എന്ത് എന്നുള്ളതിനെക്കുറിച്ചോ കയറാനുള്ള ബുദ്ധിമുട്ടുകളെക്കുറിച്ചോ ആലോചിച്ചില്ല. അത് പോകെ പോകെ വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ള ലൈനിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പം നമ്മുടെ 1-2 സുഹൃത്തുക്കൾ, കൊള്ളാം, നിനക്ക് എഴുതാൻ പറ്റും, നിൻ്റെ ആലോചനകൾ മോശമില്ല, അതും അവരും സിനിമയിൽ ആരും അടുത്ത ബന്ധമുള്ള ആളുകളല്ല. അങ്ങനെ പറഞ്ഞതിൻ്റെ ധൈര്യത്തിലാണ് നമ്മൾ ഈ യാത്രയ്ക്ക് പുറപ്പെടുന്നത്. പിന്നെ സിനിമയിലേക്ക് ഇപ്പോൾ ഇന്ദുഗോപൻ ചേട്ടൻ പറഞ്ഞല്ലോ, എൻ്റെ വിചാരം സിനിമ എന്ന് പറയുന്നത് ഒരു 30 ദിവസം 40 ദിവസം കൊണ്ടൊക്കെ പൂർത്തിയാവുന്ന വളരെ നിസ്സാരമായ ചില പ്രോസസ്സുകളുള്ള ഒരു ആർട്ട് ഫോമായിട്ടാണ് ഞാൻ ദൂരെ നിന്ന് നോക്കിക്കണ്ടിരുന്നത്. പിന്നെ യൂട്യൂബിലൊക്കെ വന്ന് നമ്മൾ അതിൻ്റെ ഡീറ്റെയിലൊക്കെ പഠിച്ച്, എന്നാലും സിനിമയ്ക്ക് അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോഴാണ് സിനിമ ഒരു ഭയങ്കരമായിട്ടൊരു സംവിധായകൻ എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ഒരു ക്രിയേറ്റീവ് പേഴ്സൺ അപ്പുറത്തേക്ക് ഭയങ്കരമായിട്ട് പീപ്പിൾ മാനേജ്മെൻറ്റ് സ്കിൽസ് വേണ്ട ഒരു മേഖല കൂടിയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. അതിപ്പോൾ ഇവരോടൊക്കെ ചോദിച്ചാൽ മനസ്സിലാവും, സംവിധായകൻ ഒരു വൻ ഡിപ്ലോമാറ്റ് കൂടിയായിരിക്കണം. കാരണം ഒരു 8-10 ഡിപ്പാർട്ട്മെൻറ്റുകളെ നമ്മുടെ കണ്ണ് തെറ്റിയാൽ ചിലപ്പം ആർട്ട് ഡയറക്ടറും കോസ്റ്റ്യൂമറും ക്യാമറാമാനും ഒക്കെ ആയിട്ട് തല്ലുണ്ടാവുന്ന പല ഘട്ടങ്ങളും നമുക്കുണ്ടാവും. പക്ഷേ അത്തരം എന്താ പറയുക, ക്രൈസിസുകളൊക്കെ മാനേജ് ചെയ്യാൻ കഴിവുള്ള, ഇത് നമ്മൾ വിചാരിക്കാത്തൊരു ക്വാളിറ്റിയാണ് ഒരു സംവിധായകൻ. നമ്മൾ വിചാരിക്കുന്നത് ഒരു കാര്യം പറയുന്ന ഉടനെ നടക്കുന്നു. പക്ഷേ ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഭയങ്കര പീപ്പിൾ മാനേജ്മെൻറ്റ് സ്കിൽസ് കൃത്യമായി വേണ്ട ഒരു ഏരിയ ആണെന്ന് മനസ്സിലായി. രണ്ടാമത്തെ കാര്യം, നമ്മൾ സിനിമയിൽ കയറി ആദ്യത്തെ സിനിമ റിലീസാകുമ്പോൾ തൊട്ട് നമ്മൾ കാണുന്നത് അടുത്ത ദിവസം പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ താമസിക്കുന്ന, വില കൂടിയ ആഡംബര കാറുകൾ നടക്കുന്ന ഒരു ദിവസം ഒരു ജീവിതത്തിൻ്റെ സ്റ്റാറ്റസ് മാറ്റത്തെക്കുറിച്ചൊക്കെയാണ്. അപ്പോൾ ഓം ശാന്തി ഓശാന റിലീസായി പിറ്റേ ദിവസം മുതലും അടുത്തൊരു വർഷം കൊണ്ടുമൊക്കെ എനിക്ക് മനസ്സിലായത് പ്രത്യേകിച്ചൊന്നും ഒരു സിനിമ കൊണ്ടോ 4 സിനിമ കൊണ്ടോ സംഭവിക്കാൻ പോകുന്നില്ല. ഓം ശാന്തി ഓശാനയ്ക്ക് മുമ്പ് എവിടെയാണോ താമസിച്ചിരുന്നത് അതേ സ്ഥലത്ത് തന്നെയാണ് ഓം ശാന്തി ഓശാന കഴിഞ്ഞ് ഒരു വർഷവും താമസിച്ചിരുന്നത്. കാരണം സിനിമയിലെ റെമ്യൂണറേഷനെ കുറിച്ചൊക്കെയുള്ള ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യങ്ങളൊക്കെ നമുക്ക് അപ്പോഴാണ് മനസ്സിലാവുന്നത്. സിനിമ വിജയിച്ചാൽ പോലും നമ്മൾ വിചാരിക്കുന്ന ഒരു ലൈഫിലേക്കൊക്കെ നമുക്ക് എത്താൻ പിന്നെയും ഒരുപാട് തവണ തെളിയിച്ചുകൊണ്ടേയിരിക്കണം എന്നൊക്കെയുള്ള റിയാലിറ്റികൾ അപ്പോഴാണ് മനസ്സിലാവുന്നത്. അപ്പോൾ ചിലരൊക്കെ ചോദിക്കാറുണ്ട്, സിനിമയിൽ കയറി കഴിഞ്ഞാൽ ഭയങ്കര സുഖാലേ ഒരു സിനിമ വിജയിച്ചു കഴിഞ്ഞാൽ? ഒന്ന് കയറി ഒരു സിനിമ വിജയിച്ചു കഴിഞ്ഞാലേ നിങ്ങൾക്കത് എത്രത്തോളം സുഖകരമായൊരു കാര്യമായിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇതൊന്നും അറിയാതെയാണ് നമ്മൾ സിനിമയിലേക്ക് കയറുന്നത്. അപ്പം ഈ പറഞ്ഞ പോലെ ഒന്നും അറിയാതെ എടുത്തു ചാടിയവൻ്റെ ഒരു ഭാഗ്യം, അയാളൊരു ഭാഗ്യം തുണച്ചത് കൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ ഇവിടെ ഇരിക്കുന്നത്. ആക്ച്വലി കുറച്ചൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് സിനിമയിലേക്ക് കയറുന്നതാണ് നല്ലത്. ആളുകൾ എപ്പോഴും ഇപ്പോൾ സിനിമയിലൊരു ഒരു നിർമ്മാതാവ് വരുമ്പോഴോ, ഒരു പുതിയ ഡയറക്ടർ വരുമ്പോഴോ, പ്രത്യേകിച്ച് ഒരു നിർമ്മാതാവ് വരുമ്പം നമുക്കറിയാം ഒരു ഇൻഡസ്ട്രി സ്റ്റഡി, നമ്മളിപ്പോൾ ഒരു പുതിയ ബിസിനസ്സിലേക്ക് ഇറങ്ങുകയാണ്, ഇതൊരു വ്യവസായം കൂടിയാണ്. അപ്പോൾ ഒരു മാർക്കറ്റ് അനാലിസിസോ അല്ലെങ്കിൽ ഒരു കൃത്യമായൊരു ബിസിനസ് പ്ലാനോ വേണ്ട ഒരു വ്യവസായ മേഖല കൂടിയാണ് സിനിമ. അപ്പം നിങ്ങൾ
ഒരു പ്രതിവർഷം 500-600 കോടി രൂപ മുതൽ മുടക്കുള്ള ഒരു വ്യവസായത്തിലേക്ക് ഇറങ്ങുമ്പം നിങ്ങളിതിൻ്റെ സക്സസ് റേറ്റിനെ കുറിച്ചും നിങ്ങളിതിൻ്റെ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ട് വേണം ഇറങ്ങാൻ എന്നുള്ളതാണ് നോർമൽ ഒരു ലോജിക്ക്. പക്ഷേ ഞങ്ങളെപ്പോലുള്ള ഒരുപാട് പേര് സിനിമയിലേക്ക് ഇറങ്ങുന്ന, പുള്ളി സാറ്റലൈറ്റിൽ നിന്ന് കേട്ട് ഇറങ്ങിയ ആളാണ്. ഞാൻ വരുമ്പോൾ സാറ്റലൈറ്റിൽ നിന്ന് കേട്ടിട്ട് പോലും ഇല്ലായിരുന്നു. കേട്ടപ്പോഴാണ് മനസ്സിലായത് എന്തോ വലിയൊരു സംഭവമാണ്. അപ്പോൾ അങ്ങനെ ഇറങ്ങുന്ന ഞങ്ങളെപ്പോലുള്ള ഒരുപാട് ആളുകളും ഈ ചോദ്യം വളരെ എന്താ പറയുക, റെലവൻ്റ് ആണ്. കാരണം ഞങ്ങളെപ്പോൾ ഇറങ്ങുന്ന ഒരുപാട് ആളുകൾ കൂടി ഉള്ള ഒരു മേഖലയാണ് സിനിമ. പക്ഷേ ഞാനതൊരിക്കലും അഡ്വൈസ് ചെയ്യില്ല. അതിൻ്റേതായ, അപ്പോൾ ഞാൻ ഇൻ്റർവ്യൂവിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, അതിൻ്റേതായ ഭയങ്കര ദൂഷ്യവശങ്ങളുണ്ട്. കാരണം ഫസ്റ്റ് ഡേ ഒന്നും അറിയാതെ പടം ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി പോയിട്ട് ഞാനൊക്കെ അനുഭവിച്ച സംഘർഷം എന്ന് പറയുന്നത് വിവരണാതീതമാണ്. അപ്പോൾ അതുകൊണ്ട് സിനിമയിലേക്ക് ഇറങ്ങാൻ പോകുന്നൊരു മാർക്കറ്റ് സ്റ്റഡിയും ഇതിൻ്റെ ടെക്നിക്കൽ സൈഡിലൊരു സ്റ്റഡിയും ഒക്കെ നടത്തിയതിന് ശേഷം മാത്രമേ വരാവുള്ളൂ എന്ന് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ എടുത്തു ചാടരുതെന്ന് ചെറിയൊരു റിക്വസ്റ്റായിട്ട് വെക്കുകയാണ്. മിഥുനിലേക്ക് തന്നെ പോവുകയാണ്. മിഥുൻ ഒരുപാട് ഒരു കൗതുകം കൊണ്ട് ചോദിക്കുക. മിഥുൻ ഒരുപാട് നന്നായി വായിക്കുന്ന ആളാണ്, ഒരുപാട് നല്ലപോലെ വായിക്കുന്ന ആളാണ്. ഇന്ദുഗോപൻ്റെ കഥകളൊക്കെ വായിച്ചിട്ടുണ്ട്. ഇന്ദുഗോപൻ്റെ ഒരു കഥ സിനിമയാക്കണം എന്ന് തോന്നിയാൽ അങ്ങനെ പറയാൻ പറ്റുമോ? ഇപ്പം അത് വേറെ സംവിധായകൻ ഇപ്പോൾ എടുത്തു പോയെങ്കിലും കാര്യമാക്കണ്ട, ഇന്ദുഗോപൻ്റെ ഒരു സിനിമ അല്ലൊരു കഥ സിനിമാ രൂപത്തിലാക്കണം എന്ന് മിഥുന് തോന്നിയ ഒരു കഥയെക്കുറിച്ച് പറയാമോ? ഞാൻ മലയാളം സാഹിത്യമായിട്ട് അത്ര അടുത്ത ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ അത്ര അടുത്ത ബന്ധമില്ലാത്ത ഒരാളാണ്. അത്യാവശ്യം എല്ലാവരും സജസ്റ്റ് ചെയ്യുന്ന, സ്ട്രോങ്ലി റെക്കമെൻഡഡ് ആയിട്ട് വരുന്ന പുസ്തകങ്ങളാണ് മേജർലി വായിക്കാറ്. അപ്പോൾ വായന തുടങ്ങുന്നത് പക്ഷേ ഈ പറഞ്ഞ പോലെ മലയാള പുസ്തകങ്ങൾ വായിച്ചുകൊണ്ടാണ്. പണ്ട് നമ്മൾ മലയാള മനോരമ ആഴ്ചപ്പതിപ്പ് എന്ന് പറഞ്ഞ ഒരു പരിപാടി ഉണ്ടായിരുന്നു, ഒരു പ്രസ്ഥാനം തന്നെ ഉണ്ടായിരുന്നു, നമുക്ക് വേണമെങ്കിൽ പറയാം. നമ്മുടെ 90s കിഡ്സ് 80s കിഡ്സിനൊക്കെ ഓർമ്മയുള്ളൊരു കാര്യമാണ്. ഈ ആഴ്ചപ്പതിപ്പിന് വേണ്ടി വ്യാഴാഴ്ചകൾക്ക് വേണ്ടി കാത്തിരുന്നൊരു വലിയ ജനറേഷൻ ഇവിടെ ഉണ്ടായിരുന്നു. പൾപ്പ് ഫിക്ഷൻ എന്ന് വിളിക്കാവുന്ന, നമ്മളെയൊക്കെ വായനക്കാരാക്കുന്ന, സാക്ഷരരാക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുള്ള കുറേ, നമ്മൾ ജോസി വാഗമൻ്റെ ചേട്ടൻ്റെ അടക്കമുള്ള, ജോസി ചേട്ടൻ്റെ അടക്കമുള്ള സൃഷ്ടികൾ അവിടെ നിന്നാണ് വായിച്ചത്. ആ ഒരു കാലത്ത് വായന നല്ല രീതിയിലുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ അത് വേറെ വഴിക്ക് കറങ്ങി തിരിഞ്ഞൊക്കെ പോയി കഴിഞ്ഞ് പിന്നെ തിരിഞ്ഞ് വീണ്ടും മലയാളത്തിലേക്ക് വരുന്നത് ഇന്ദു ചേട്ടനെ പോലുള്ള ഫസ്റ്റ് ഇൻട്രോ ചോദ്യത്തിൽ പറഞ്ഞ പോലെ സിനിമാറ്റിക്കലി എഴുതുന്ന ആൾക്കാരുടെ രചനകൾ വായിക്കാൻ വേണ്ടിയാണ് പിന്നീട് ഒരു തിരിച്ചുവരവുണ്ടത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരുപാട് പുസ്തകങ്ങളും കഥകളും ചെറുകഥകളും നോവലേറ്റുകളൊക്കെ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഞങ്ങൾ തമ്മിൽ ചർച്ച ചെയ്തിട്ടുമുണ്ട്. എനിക്ക് തോന്നുന്ന പടിഞ്ഞാറേ കൊല്ലം ചോരക്കാലമായിരുന്നു ഞാൻ സിനിമയാക്കാൻ ആഗ്രഹിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം. പിന്നെ ശംഖുമുഖിക്ക് വേണ്ടി ഞങ്ങൾ വെറുതെ സംസാരിച്ചു. ഇന്ദുവൻ ചേട്ടൻ്റെ ഏത് പുസ്തകത്തിൻ്റെ, ഇന്ദുവേട്ടാ ആ പുസ്തകം എന്ന് പറഞ്ഞാൽ അപ്പോഴേ പറയും നമ്മുടെ ഒരു പൊതു സുഹൃത്തായി, അത് സാരഥി ചേട്ടൻ മേടിച്ചുകൊണ്ട് പോയി എന്ന് പറയും. സാരഥി ചേട്ടൻ നല്ലൊരു വായനക്കാരനും ഇദ്ദേഹത്തിൻ്റെ ഒരുപാട് പുസ്തകങ്ങളുടെ റൈറ്റ്സ് മേടി. അപ്പോൾ ഞാൻ ചോദിച്ചൊരു റൈറ്റ്സും എനിക്കിതുവരെ കിട്ടിയിട്ടോ നമുക്ക് ചെയ്യാം. പിന്നെ മറ്റൊന്ന് ഒരു കാരണം കൊണ്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ ചെയ്യണമെന്ന് ഇതൊക്കെ ആഗ്രഹമുള്ള സിനിമകളായിരുന്നു. പിന്നെ എനിക്ക് വിലായത്ത് ബുദ്ധ ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ നമ്മുടെ തസ്കരൻ മണിയൻ്റെ ആത്മകഥ ഒരു വലിയ ക്യാൻവാസിലൊരു വെബ് സീരീസൊക്കെ ആയിട്ട് ചെയ്യാവുന്ന അത്രയും വലിയ ഇൻസിഡൻസ് നിറഞ്ഞതാണ്. അപ്പോൾ ഇന്ദുചേട്ടൻ്റെ ചെങ്ങന്നൂർ ഗൂഢസംഘം ഇഷ്ടമാണ്. അപ്പോൾ ഇന്ദുവേട്ടൻ്റെ സിനിമകൾ, ചെറുകഥകൾക്ക് വേണ്ടി, നോവലേറ്റുകൾക്ക് വേണ്ടി, നോവലുകൾക്ക് വേണ്ടി ചോദിക്കുകയും സിനിമ ചെയ്യാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ ധാരാളം പുസ്തകങ്ങൾ വായിച്ചിട്ടുള്ളൊരു വായനക്കാരൻ കൂടിയാണ് ഞാൻ. ഇന്ദുവിനോട് നമുക്ക് തിരിച്ചു ചോദിക്കാൻ പറ്റില്ല, മിഥുൻ്റെ ഏത് സിനിമയ്ക്ക് ഇനി കഥ എഴുതും എന്ന് നമുക്ക് ചോദിക്കാൻ പറ്റില്ല. അപ്പം നമുക്ക് ചോദിക്കാവുന്നൊരു കാര്യം, ഇന്ദുവിൻ്റെ ഒരു രീതിയോട് അടുത്ത് നിൽക്കുന്ന മിഥുൻ്റെ ഇതുവരെയുള്ള സിനിമകളിൽ ഒന്ന്, അല്ലെങ്കിൽ ഇന്ദുവിനെ ഇഷ്ടപ്പെട്ട കഥ പറച്ചിലുകൊണ്ടും ആഖ്യാനം കൊണ്ടൊക്കെ ഇഷ്ടപ്പെട്ടൊരു സിനിമ അങ്ങനെ പറയാൻ പറ്റുമോ? ഞാൻ ഇതിൻ്റെ സിനിമ കാണുന്നത് വളരെ കുറച്ചുള്ള ആളാണ്. എങ്കിലും എനിക്ക് ഇതിൻ്റെ സിനിമകളിൽ ഞാൻ ഈ അടുത്തിറങ്ങിയ ഈ ക്രൈം ഫിക്ഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സിനിമകളും, ഒരുമാതിരിപ്പെട്ട എല്ലാ സിനിമകളും ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറയാം. അതിൻ്റെ അകത്ത് ഡെഫിനറ്റായിട്ടും അഞ്ചാം പാതിരയുടെ ഫസ്റ്റ് ഹാഫാണ് എനിക്ക് ഭയങ്കരമായിട്ട്. കാരണം എന്ന് വെച്ചാൽ അതിലൊരു വലിയ പാഠമുണ്ട്. അപ്പോൾ കാര്യം നമ്മളുടെ ഒരുപാട് കാലത്തിന് ശേഷം ആ സിനിമ ഒരു വേറെ ഒരു ക്രൈം അല്ലെങ്കിൽ വയലൻസിൻ്റെ ഒക്കെ വേറൊരു ലോകം നമ്മുടെ മുമ്പിൽ കാണിച്ചു തരികയാണ് ചെയ്യുന്നത്. വെച്ചാൽ ഈ സമയബദ്ധമല്ലാത്ത ഈ സിനിമയുടെ ഒരു ഭയങ്കര മാജിക് അതിൻ്റെ അത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. വെച്ചാൽ ഈ ഒരു ഫ്രെയിമുണ്ട്, അടുത്ത ഫ്രെയിമിൻ്റെ ഇടവേളയ്ക്കുള്ളിൽ ഒരാൾ അപ്രത്യക്ഷമാകുന്നതിൻ്റെ ഒരു ഭയങ്കര ഭീതി. ആ സിനിമ
ഈ പിന്നെ ഇത്രമാത്രം ആൾക്കാരെ ഹുക്ക് ചെയ്ത ഒരു ഫസ്റ്റ് ഹാഫിൽ ഒരു 10-15 സെക്കൻഡിൽ ഹുക്ക് ചെയ്ത് ഇരുത്തിയ ഇരുത്തലുണ്ടല്ലോ, അത് എല്ലാ ഒരു സിനിമയുമായി ബന്ധപ്പെട്ട ആൾക്കാർക്കുള്ള ഒരു നിര പുസ്തക അല്ലെങ്കിൽ തിരക്കഥാ പാഠപുസ്തകങ്ങൾ അതിൻ്റെ ഫസ്റ്റ് ഹാഫ് ഈ ഹുക്കിംഗ് എന്ന് പറഞ്ഞ എലിമെൻ്റ്, നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഈ സിനിമ അല്ലെങ്കിൽ എഴുത്തുമൊക്കെ ബന്ധപ്പെടുന്നുണ്ടെങ്കിൽ ഈ ഹുക്കിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ഭയങ്കര എലിമെൻ്റ് ഉണ്ട് ഈ ഇതിൻ്റെ അകത്ത്. ആ ഹുക്ക് ചെയ്ത് ആ ഇരുത്തിനെ തുടർന്നാണ് പിന്നീട് ഇതിന് അതിനുശേഷം എന്ത് പറഞ്ഞെങ്കിലും ആൾക്കാർ കൺവിൻസ്ഡ് ആയേനെ എന്ന് പറഞ്ഞല്ലോ. അങ്ങനെയുള്ള ഇത്രയും തീവ്രവും വ്യക്തവുമായ രീതിയിൽ ആൾക്കാരെ ഇരുത്തി ഹുക്ക് ചെയ്ത ക്രൈം സിനിമകൾ അധികം മലയാളത്തിൽ എടുത്തിട്ടില്ല. അതുകൊണ്ട് എനിക്ക് എല്ലാ സമയത്തും അഞ്ചാം പാതിര തന്നെയാണ് അക്കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. നമ്മൾ നിങ്ങളുടെ എല്ലാവരുടെയും ചോദ്യങ്ങൾക്ക് വേണ്ടി പോകുന്നതിന് മുമ്പ് ഒറ്റ ചോദ്യം ചോദിച്ച് ഇത് അവസാനിപ്പിക്കുകയാണ്, കാരണം സമയം. അപ്പം ഇന്ദുവിൻ്റെ വരാനിരിക്കുന്നത് സിനിമകളിൽ പ്രധാനപ്പെട്ടതെന്നല്ല, വരാനിരിക്കുന്ന സിനിമ വിലായത് ബുദ്ധ, അതിനെക്കുറിച്ച് പറയാനുണ്ടോ? കഥ എല്ലാവരും വായിച്ചതാണ് എങ്കിലും അതെങ്ങനെയാണ് ഒരുങ്ങുന്നത്? അതുപോലെ മിഥുൻ്റെ എന്തിൻ്റെയൊക്കെ പണിപ്പുരയിലാണ്, അതിനെക്കുറിച്ച് പറയാവുന്ന അത്രയും കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. ഞാൻ പറയാമല്ലേ? ഓക്കെ, 2 വർക്കുകളാണ് ഇനി പുറത്തു വരാൻ ഉള്ളത്. ഒന്ന് ഹോട്ട്സ്റ്റാറിന് വേണ്ടിയിട്ടൊരു വെബ് സീരീസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഷൂട്ട് കഴിഞ്ഞു, അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. അതൊരു ഫെബ്രുവരി ഒക്കെ ആയിട്ട് അല്ലെ മാർച്ചൊക്കെ ആയിട്ട് അവരുടെ ടെലികാസ്റ്റിംഗ് സമയം പോലെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു ക്രൈം ഡ്രാമയാണ്. കൂടുതൽ അതിൻ്റെ ഒരു മാർക്കറ്റിംഗ് സമയത്ത് അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കാം. പിന്നെ തുടങ്ങാൻ പോകുന്ന വർക്ക് ഇപ്പോൾ എഴുത്ത് പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത് ആടിൻ്റെ 3ാം ഭാഗമാണ്. അപ്പോൾ ആട് അതിൻ്റെ ഒരു ഏറ്റവും വലിയ സ്കെയിലിലും ക്യാൻവാസിലും നിങ്ങൾ കാണാൻ പോവാണ്. എൻ്റെ തന്നെ ഇതുവരെ കരിയറിലെ ഏറ്റവും വലിയ സിനിമയായിട്ടാണ് ആട് 3 വരാൻ പോകുന്നത്. ചെറിയൊരു അറിയില്ല, കൂടുതൽ ഞാൻ വിശദമാക്കുന്നില്ല, ഒരു വലിയ പരീക്ഷണമായിട്ടാണ്. ഒരു ജോണർ ഷിഫ്റ്റിംഗ് ഒക്കെ നടക്കാൻ പോവാണ്. എൻ്റെ ക്രൈം ത്രില്ലറൊക്കെ പോലെ തന്നെ വളരെ പ്രിയപ്പെട്ട ഒരു ഒരു സിനിമ ജോണറാണ്. ശരി, ഞാൻ ജോണറും പറയുന്നില്ല. ഇപ്പം നമ്മൾ കണ്ട നോൺ സെൻസിക്കൽ സ്ലാപ്സ്റ്റിക് ഹ്യൂമറിൽ നിന്നും അതെല്ലാം നിലനിർത്തിക്കൊണ്ട് അല്പം കൂടെ വലിയൊരു സ്കെയിലിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇത് 2 പിന്നെ 1-2 എഴുതുന്ന പ്രൊജക്റ്റുകൾ സരി കൂടെ നടക്കുന്നുണ്ട്. ഒന്നും അനൗൺസ് ചെയ്യാൻ മാത്രമായിട്ടില്ല. പക്ഷേ ഇത് 2 മേജർലി ഇനി വരാൻ പോകുന്ന 2 സിനിമകൾ. സിനിമയല്ല, ഒരു സിനിമ, ഒരു സീരീസും. ചേട്ടാ, എൻ്റെ സിനിമകളിൽ വിലായത് ബുദ്ധ ഇറങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ 4-5 ചെറുപ്പക്കാർ എന്ന് പറഞ്ഞ നോവൽ സിനിമയായിട്ടുണ്ട്. അത് പൊന്മാൻ എന്നുള്ള പേരിൽ ബേസിൽ ജോസഫ് നായകനായി സജിൻ ഗോപു ഒരു ഓപ്പോസിറ്റ് ക്യാരക്ടറുമായിട്ട് ആ സിനിമയുടെ പൂർത്തിയായി. അത് പ്രോജക്റ്റ് ഡിസൈനറായ ജ്യോതിശങ്കറാണ് അത് സംവിധാനം ചെയ്യുന്നത്. എൻ്റെ വീടിനടുത്തും ഒക്കെ ആയിട്ട് നടന്ന ഒരു സംഭവമാണത്. ഒരു ഗ്രഹലക്ഷ്മിയിൽ വന്നൊരു കഥയാണത്. 4-5 ചെറുപ്പക്കാരുള്ളത്. അതിൻ്റെ തീർന്നു. വിലായത് ബുദ്ധ ഷൂട്ട് ഇനി താമസിക്കാതെ തന്നെ തുടങ്ങുമെന്നുള്ള കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. വളരെ പ്രധാന നടന് വളരെ യത്നമുള്ള കുറേ ഭാഗങ്ങളാണ് ഇനി ഷൂട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു സാവകാശമാണ് വന്നത്. അദ്ദേഹത്തിന് അതിൻ്റെ ഇടയിലൊരു ആക്സിഡൻറ്റ് സംഭവിക്കുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ ഡേറ്റിലൊരു ക്ലാഷ് വന്നുകൊണ്ടാണ് ഒരു ചെറിയ ഒരു കാലതാമസം അതിൽ വന്നത്. അതാണ് 2. പിന്നെ മറ്റൊരു വലിയ നടൻ്റെ ചിത്രത്തിൻ്റെ അത് ഈ പറഞ്ഞ കണക്ക് ഇതിന് നേരത്തെ പറഞ്ഞ കണക്ക് ഇതൊന്നും പല കാര്യങ്ങളും നമുക്ക് പറയാനുള്ള ഒരു റൈറ്റ്സ് സിനിമയ്ക്കകത്തില്ല. കാര്യം സിനിമ ഇത് വലിയ മൂലധനങ്ങളും മറ്റതൊക്കെ വരുന്നത് പോലെ നമുക്ക് സാഹിത്യത്തിൽ പറയുന്നത് പോലെ ഇതിനകത്ത് പറയാനായിട്ടുള്ളൊരു ഇതില്ല. എങ്കിലും അതിനങ്ങനെയുള്ള എഴുത്ത് അതിൻ്റെ ചർച്ചകൾ പോകുന്നു. വെബ് സീരീസ് അമ്പിളിമോൾ തിരോധാനം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം മനോരമ വാർഷിക പതിപ്പിൽ എഴുതിയ ഒരു ചെറിയ നോവൽ വെബ് സീരീസ് ആവാനായിട്ട് അതിൻ്റെയൊക്കെ അപ്രൂവൽസൊക്കെ വന്നു. 1-2 എണ്ണമൊക്കെ ഉണ്ട്. അങ്ങനെ പല മട്ടിൽ പല ഇത് കിടക്കുന്നുണ്ട്. അതുപോലുള്ള മറ്റ് സാഹിത്യ രചനകൾ ഒക്കെ ചെയ്യുന്നു. പിന്നെ ഇത് പറയേണ്ട ഒരു പ്രധാന കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ന് ഇതിനിട്ട ഒരു തലക്കെട്ടുണ്ടല്ലോ, ഞങ്ങളെ പേടിപ്പിച്ച വേട്ട, ആന,
കഞ്ചാവ് എന്ന് പറഞ്ഞിട്ടുള്ളത്. എന്താണ് അതിൻ്റെ അങ്ങനെ ഒരു തലക്കെട്ടിടാനുള്ള പ്രധാന കാര്യം എന്തെന്ന് വെച്ചാൽ, ഈ മനോരമ ബുക്സ് എൻ്റെ ഒരു പുസ്തകം ഇപ്പോൾ ഇറക്കിയിരുന്നു. വേട്ടക്കുട്ടിയമ്മ എന്നാണ് പേര്. എന്ന് വെച്ചാൽ അത് മലയാളത്തിലെ ഏക വനിതാ ശിക്കാരിയായിട്ടുള്ള കുട്ടിയമ്മയുടെ ആത്മകഥയാണ്. കുട്ടിയമ്മ ഒരു കന്യാസ്ത്രീ ആവാനായി പോയി, കന്യാസ്ത്രീയിൽ നിന്ന് മടങ്ങി വന്ന് ഒരു വലിയ വേട്ടക്കാരിയായി മാറി. ഒരുപക്ഷെ കേരളത്തിലെ അവസാനത്തെ വേട്ട പുസ്തകം. കാരണം എന്ന് വെച്ചാൽ വേട്ട നടക്കുന്നുണ്ടാവാം, പക്ഷേ ഞാനിത് വേട്ട പുസ്തകം, ഞാൻ നടത്തിയ വേട്ടയെന്ന് പറഞ്ഞ് ഇനി ഒരു പുസ്തകം എഴുതാനായിട്ട് പറ്റില്ല നിയമപരമായി. അതിനാൽ നമ്മുടെ ഒരു അങ്ങനെ ഇറങ്ങിയൊരു പുസ്തകമായിട്ടാണ് അവർ ഈ ആന അല്ലെങ്കിൽ അത്തരത്തിലുള്ള തരം പിന്നെ കാലങ്ങളിലെ ജീവിച്ച ഒരു വലിയ ചരിത്രമാണ് അതിൽ മറയൂർ കാലഘട്ടത്തിൽ വന്നത്. അപ്പം 2 വർഷം പോലും മരിച്ചു പോയിരുന്നു. അപ്പം ഞാൻ അന്ന് മനോരമയിൽ എഴുതിയ അവരുടെ ആത്മകഥയും അന്ന് എടുത്തു വെച്ച കുറിപ്പുകളെല്ലാം വെച്ചിട്ട് ഇറക്കിയ ഒരു പുസ്തകമാണ് ഈ വേട്ടക്കുട്ടിയമ്മ എന്ന് പറയുന്നത്. ഒരു വനിത, നമ്മൾ ഈ വനിതകളെയൊക്കെ കുറിച്ച് പറയുന്നൊരു സമയത്ത് അന്നത്തെ കാലത്ത് ഒരു വനിത ഒരു മലനിരകളെ മൊത്തം കീഴടക്കി ഈ വലിയ കഞ്ചാവ് തോട്ടക്കാരെ അവരെയും തമിഴ്നാട്ടിൽ നിന്ന് വരാതൊക്കെ അവിടുത്തെ ആദിവാസി സ്ത്രീകളെ കൂടെ ഉൾപ്പെടുത്തി തോക്കുകളൊക്കെ സമാഹരിച്ച് നടത്തിയൊരു വലിയ പോരാട്ടത്തിൻ്റെ ഒരു കഥ കുട്ടിയമ്മ പലയിടത്തും പറഞ്ഞിട്ടില്ലാത്ത കഥകൾ അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പേര്, അത് ക്രൈമാണല്ലോ, ഇതിനകത്തൊരു വലിയ ക്രൈമിൻ്റെ എലിമെൻ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ നമ്മുടെ ഈ സെഷൻ ഇങ്ങനൊരു പേരിട്ടത്, ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവാതിരിക്കാനായിട്ട് പറഞ്ഞാണ്. ചോദ്യങ്ങളിലേക്ക് പോകാം. സദസ്സിൽ ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. ആരൊക്കെയോ കൈവക്കുന്നുണ്ട്, കൊടുത്തോളൂ. മിഥുൻ ചേട്ടനോടാണ്. ചോദിച്ചോ. താങ്കളുടെ മാസ്റ്റർ പീസ് തന്നെയാണ് ആട്. ഓക്കെ, അപ്പോൾ ആട് 1 ബോക്സ് ഓഫീസിൽ അത്ര വേണ്ട അർഹിക്കുന്ന വിജയം നേടിയിട്ടില്ലെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. എൻ്റെ ടെക്നിക്കൽ സൈഡ് എനിക്കറിയില്ല. പിന്നീട് അത് സോഷ്യൽ മീഡിയയിലാണ് കഥാപാത്രങ്ങൾ എസ്റ്റാബ്ലിഷ്ഡ് ആയത്. അപ്പോൾ സാധാരണഗതിയിൽ സീക്വൻസ് കാണാറ്, ഗംഭീര വിജയം നേടിയ പടങ്ങളുടെ സീക്വൻസ് നമ്മൾ പലപ്പോഴും കാണാറുണ്ട് ഏത് ഇൻഡസ്ട്രിയിലും. പക്ഷേ ഒരു വേണ്ടത്ര വിജയിക്കാതെ പോയൊരു പടത്തെ തിയേറ്ററുകളിൽ ഉത്സവമാക്കിയ 2ാം ഭാഗം എടുക്കാനുള്ള തീരുമാനത്തിൻ്റെ പിന്നിലുള്ള ഒരു മാനസികാവസ്ഥയെക്കുറിച്ച് ഞങ്ങൾ സിനിമയൊക്കെ ചർച്ച ചെയ്യുന്ന സുഹൃത്ത് പറയാറുണ്ട്. നിങ്ങളുടെ ധൈര്യത്തെക്കുറിച്ച്. ഞാനൊരു മാർക്കറ്റിംഗ് ഫീൽഡിൽ വരുന്നതാണ്. അപ്പോൾ നമ്മുടെ ഒരു ഇൻസ്പിറേഷനായിട്ട് കോട്ട് ചെയ്തിട്ട് ഞാൻ പലവട്ടം നിങ്ങളുടെ പേര് ഉപയോഗിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു ചോദ്യം നേരിട്ട് ചോദിക്കാൻ ഒരു സുവർണാവസരം കിട്ടിയതിൽ ആ ഒരു മാനസികമായ തയ്യാറെടുപ്പുകളെ കുറിച്ചൊന്ന് പറയാമോ? ഇപ്പോൾ അദ്ദേഹം ചോദിച്ചത് വളരെ കറക്റ്റാണ്. ആട് 1 തിയേറ്ററിൽ ഇറങ്ങി പരാജയപ്പെട്ടു പോയൊരു സിനിമയാണ്. ബോക്സ് ഓഫീസിൽ കാര്യമായ ചലനമൊന്നും ഉണ്ടാക്കാൻ പറ്റാതെ 1-2 മാസം ഈ പറഞ്ഞ പോലെ വിസ്മരിക്കപ്പെട്ടു പോവുകയും അതിനുശേഷം അന്ന് DVD-യും CD-യൊക്കെ ഉള്ളൊരു കാലമാണ്. DVD-യും CD-യൊക്കെ ഉള്ളൊരു കാലം എന്നൊക്കെ നമ്മൾ പറയുന്നത് ഏതോ കഴിഞ്ഞു പോയി, ഏതോ ഒരു ടെക്നോളജി മാറ്റത്തെക്കുറിച്ചാണ്. അപ്പോൾ അതിൻ്റെ DVD-കൾ ധാരാളം വിറ്റ് പോവുകയും സോഷ്യൽ മീഡിയയിൽ, പിന്നെ ടൊറൻറ്റ്, ഓഫ് കോഴ്സ് ബിറ്റ് ടൊറൻറ്റ് അന്നുണ്ട്. പിന്നെ അന്ന് ഫേസ്ബുക്കൊക്കെ വന്നൊരു ആളുകൾ വളരെ കൃത്യമായിട്ട് ഉപയോഗിച്ച് തുടങ്ങിയ ഒരു കാലത്ത് ഇതിനെക്കുറിച്ച് ധാരാളം റൈറ്റപ്പുകൾ വരികയും ഇതിൻ്റെ ഓരോ കഥാപാത്രങ്ങളെക്കുറിച്ചും ഇത് DVD-യിലും TV-യിലുമൊക്കെയായി കണ്ട ആളുകൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടുകയും അങ്ങനെ ചർച്ചകളിലൂടെ 5-6 കഥാപാത്രങ്ങൾ വലിയ താരങ്ങളായി മാറുകയും കോമഡികൾ പോപ്പുലറാവുകയും ആട് എന്ന് പറയുന്ന ഒരു സിനിമയും അതിലെ കഥാപാത്രങ്ങളും സിനിമ പ്രേക്ഷകരുടെ ഇടയിൽ പോപ്പ് കൾച്ചർ എന്നൊക്കെ നമ്മൾ പറയുന്ന ആ ഒരു ഇതിൻ്റെ ഭാഗമായി ആടിലെ ഡയലോഗുകളൊക്കെ മാറുകയൊക്കെ ചെയ്തപ്പോഴാണ് അതിൻ്റെ ഒരു 2ാം ഭാഗത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്നത്. ആക്ച്വലി എനിക്ക് തോന്നുന്നു അങ്ങനെ തിയേറ്ററിൽ ഫ്ലോപ്പായിട്ട് പിന്നീട് ഒരു സിനിമയ്ക്ക് അങ്ങനെ 2ാം ഭാഗം വന്നിട്ടില്ല. ബ്ലേഡ് റണ്ണറിന് വന്നിട്ടുണ്ട് ഹോളിവുഡിൽ, ഹാരിസൺ ഫോർഡിൻ്റെ കൾട്ട് സിനിമ. പിന്നെ ബ്ലേഡ് റണ്ണർ 2049 എന്ന് പറഞ്ഞ് സമീപകാലത്ത് റിലീസായിരുന്നു. അന്ന് ബോക്സ് ഓഫീസിൽ വലിയ വിജയമല്ലായിരുന്നു, പക്ഷെ അതിൻ്റേതായ ഒരു കൾട്ട് സ്റ്റാറ്റസ് കിട്ടിയിരുന്നു. ഡെനിസ് വില്ലിനോയ് എന്ന് തോന്നുന്നു ഇപ്പം അത് ഡയറക്റ്റ് ചെയ്തിറക്കിയത്. അപ്പോൾ ഇങ്ങനെ ആടിൻ്റെ 2ാം ഭാഗത്തെക്കുറിച്ച് ചിന്തിച്ചപ്പം അന്ന് തിയേറ്ററിൽ വന്ന് കണ്ട് ഇഷ്ടപ്പെടാതിരുന്ന ആളുകൾ ഒരു കൗതുകത്തിന് വരും, ചിലപ്പം ഇഷ്ടപ്പെട്ട ആളുകൾ വരും. പ്ലസ് ഈ സോഷ്യൽ മീഡിയയിലെ ആളുകൾ, നല്ലത് എഴുതിയ ആളുകൾ, ടൊറൻറ്റിൽ കണ്ട ആളുകൾ തിയേറ്ററിൽ വന്നേക്കാം എന്നുള്ളൊരു പ്രതീക്ഷയുടെ പുറത്ത്, അങ്ങനത്തെ ഒരു മാർക്കറ്റ് കാൽക്കുലേഷൻ്റെ പുറത്ത് നമ്മൾ ഇറക്കുമായിരുന്നു. ശരിക്കും ഒരു ഗാംബ്ലിംഗ് തന്നെയായിരുന്നു.
പിന്നെ ഞാൻ ചോദിക്കട്ടെ, സിനിമ എന്തായാലും ഗാംബ്ലിംഗ് ആണ് അല്ലേ? വളരെ ആപേക്ഷികമായിട്ടുള്ള, ഇപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കഥ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ തിയേറ്ററിലേക്ക് എത്തിക്കുകയാണ്. അപ്പം ആ ഒരു ഗാംബ്ലിങ് നമ്മൾ ഷുവർ ഷോട്ട് എന്ന് ഉറപ്പിക്കുന്ന ഏത് സിനിമ അല്ല ഏത് കഥ സിനിമയാക്കുമ്പോഴും ഉണ്ട്. ഇപ്പോൾ ഇന്ദുഗോപൻ ചേട്ടൻ്റെ വളരെ പോപ്പുലറായിട്ടുള്ള ഒരു നോവൽ അല്ലെങ്കിൽ ഒരു നോവലൈറ്റ് നമ്മൾ എടുത്തിട്ട് സിനിമയാക്കുമ്പോൾ ചിലപ്പോൾ ആ സിനിമ സ്വീകരിക്കപ്പെട്ടില്ലെന്ന് വരും. അപ്പോൾ നമ്മൾ ഇരിക്കും, ചേട്ടാ ഇതെന്താണ്, ഇതെല്ലാവരും അങ്ങനെയും സിനിമകൾ സംഭവിക്കാറുണ്ട്. അപ്പം ഏതൊരു സിനിമ എടുക്കുന്ന പോലത്തെ റിസ്ക്കാണ് നമ്മൾ ആട് 2-ൽ എടുത്തത്. അതിനകത്തൊരു ഫ്ലിപ്പ് സൈഡ് ഉണ്ടായിരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പടം ആട് 2 തിയേറ്ററിൽ പരാജയപ്പെട്ടിരുന്നെങ്കിൽ ഒരു കോമാളിയായി പോയി. അത് റിയാലിറ്റി ഉണ്ടാകും. നിങ്ങളോടൊക്കെ ആദ്യമേ പറഞ്ഞാലടാ ഫസ്റ്റ് പാർട്ട് വന്നപ്പോഴേ ഈ സിനിമ ഞങ്ങൾക്ക് വേണ്ട, അത് പിന്നെ എന്തിനാടാ ഇതിൻ്റെ രണ്ടാം ഭാഗം കൊണ്ട് വന്നതെന്നുള്ള ഒരു ചോദ്യം ചിലരെങ്കിലും ചോദിക്കാൻ സാധ്യതയുണ്ടായിരുന്നു. ശരിക്കും ഒരു കോമാളിയാവാനുള്ളൊരു സാധ്യത ഉണ്ടായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ എടുത്തുചാട്ടം എന്ന് പറയുന്നൊരു സാധനം കയ്യിലുള്ളത് കൊണ്ട് ചാടി കഴിഞ്ഞിട്ട് അതിനെപ്പറ്റിയൊക്കെ ആലോചിക്കാറുള്ളൂ. അത് ഗുണമാണോ ദോഷമാണോ എന്നുള്ളതൊക്കെ ഇനി നമ്മുടെ ഒരു ബയോഗ്രഫി എഴുതുമ്പോഴൊക്കെ അല്ലെങ്കിൽ ഓട്ടോബയോഗ്രഫി എഴുതുന്ന കാലത്തൊക്കെ നമുക്ക് ആലോചിക്കാം. എന്തായാലും എടുത്തുചാട്ടം കൊണ്ട് തന്നെ സംഭവിച്ചതാണത്. പ്ലസ് സോഷ്യൽ മീഡിയ ഓൾസോ. ചോദിച്ചോ. ഇന്ദുഗോപൻ സാറിനോടാണ് എൻ്റെ ചോദ്യം. വിലായത്ത് ബുദ്ധ നോവലിനെ കുറിച്ചാണ് സാർ ഞാൻ ചോദിക്കുന്നത്. സമകാലികമായ ആ വിഷയങ്ങളെ ഇത്തരത്തിലൊരു വേറിട്ട രീതിയിൽ അവതരിപ്പിക്കാനുള്ള കാരണം? അങ്ങനെയല്ല, നമ്മളതിന് സമകാലികത എന്നുള്ളതല്ല, അതിൻ്റെ ഒരു സാധ്യതകളാണ്. എന്ന് വെച്ചാൽ സാധ്യതകളാണ്. നമ്മളെപ്പോഴും ഇപ്പം നിങ്ങൾക്ക് ഈ സിനിമയെ പിന്തുടരാൻ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരെങ്കിലും ഉണ്ടെങ്കിൽ ഞാനൊരു ബേസിക്കലി ഒരു കണ്ടൻറ്റിനെ മേക്ക് ചെയ്യുന്ന ഒരാളാണ്. കണ്ടൻറ്റിനെ ബിൽഡ് ചെയ്യാൻ ആണ് എനിക്ക് കുറച്ചും കൂടെ ഒരു ധാരണയുള്ളത്. അതെന്ന് വെച്ചാൽ അത് എൻ്റെതല്ല ത്രെഡ്, എൻ്റെ ഫ്രെഡ് രാജേഷിൻ്റെ. അപ്പോൾ രാജേഷ് ഒരു തവണ എൻ്റെ അടുത്തുനിന്ന് പറയുകയാണ്, ഇങ്ങനെ എൻ്റെ രാജേഷിൻ്റെ വീടിൻ്റെ മുമ്പിൽ ഒരു ചെറിയ മെലിഞ്ഞ ഒരു ചന്ദനമരം നിൽപ്പുണ്ട്. അപ്പോൾ രാജേഷ് ഇങ്ങനെ മഴക്കാലത്ത് നിന്ന് ആലോചിച്ച് ഇത് വളർന്നു വലുതായി ഇത് വെട്ടിക്കൊണ്ട് പോകാനായിട്ട് ആരെങ്കിലും വന്നാൽ എങ്ങനെയാണ്. അപ്പം രാജേഷ് അതിൻ്റെ ഒരു വൺ ലൈൻ പോലെ രാജേഷ് പറഞ്ഞ്, ഇങ്ങനെ ഒരു ഗുരു ഇങ്ങനെ വന്ന് ഇത് ചെയ്ത് പോയാൽ, ഗുരുവും ശിഷ്യനും ഇത് കൊണ്ടുപോയാൽ എങ്ങനെ ഇരിക്കും എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് എനിക്ക് നോക്കിയപ്പോൾ ഭയങ്കര സാധ്യതയുണ്ട്. അതിൻ്റെ സാധ്യത എന്താണെന്ന് വെച്ചാൽ, നമ്മളെ വീട്ടിലൊരു ചന്ദനം നിൽക്കുന്നു, ഇത് മോഷ്ടിക്കാനായിട്ട് ശിഷ്യൻ വരുന്നു എന്നുള്ളതാണ്. ശിഷ്യൻ വരുന്നതിൻ്റെ അർത്ഥമെന്ന് വെച്ചാൽ എന്താ, ഗുരുവിലെന്തോ കുഴപ്പമുണ്ടെന്നുള്ളതാണ് എൻ്റെ അർത്ഥം. കാര്യം ഗുരു പഠിപ്പിച്ചുകൊണ്ടാണല്ലോ ഇയാളവിടെ ജില്ലാ കളക്ടറല്ല ആയത്. ഇയാൾ ഇവിടുത്തെ വലിയ ഒരു ചന്ദനം കൊള്ളക്കാരനാണ് ആയത്. അപ്പോൾ ഗുരുവും ശിഷ്യനും തമ്മിൽ എന്തോ പ്രശ്നമുണ്ട്. അതാണ് നമുക്ക് ആ സ്ട്രൈക്ക് ചെയ്യുന്നൊരു സംഗതി. അത്രയും മതി ഒരു 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 സിനിമയുടെ ഒരു യാത്രയ്ക്ക്. ഞാൻ പറഞ്ഞ കാതൽ എഴുതിയ പോൾസൺ എൻ്റെ അടുത്ത് പറഞ്ഞ ഒരു ലൈനാണ്, ചേട്ടാ പിന്നെ എനിക്കിത് വല്ല ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നമ്മൾ 4 പേര് ചേർന്നൊരു വേട്ടമൃഗത്തിനെ പിന്നെ ഭക്ഷിക്കാനിരിക്കുന്നു. ഒരാൾ പറയുന്നു ഞാൻ കഴിക്കത്തില്ല. ഞാൻ പറഞ്ഞ് ഓൾസോ ഇത് എന്തൊരു ഭയങ്കരമായ സംഗതിയാണിത്. കാരണം നമ്മളിപ്പോൾ ക്രൈം ഡിസ്കസ് ചെയ്യുന്നുണ്ട് പറയാം, പക്ഷേ അതൊരു വലിയ ക്രൈമല്ലേ. നമ്മൾ 4 പേര് ചേർന്നിട്ട് പിന്നെ ഇപ്പം വയനാട്ടിലൊക്കെ ഉള്ള ഇതിനൊക്കെ കൃത്യമായിട്ടറിയാം. 4 പേര് ചേർന്നിട്ട് ഒരാളൊരു വേട്ടമൃഗത്തെ എന്തെങ്കിലും വല്ല മുയലോ എന്തെങ്കിലും ആയിരിക്കും ഒന്ന് ഇരിക്കുമ്പോഴത്തേക്ക് ഈ ക്രൈം അവർ പങ്കുവയ്ക്കുക. അപ്പോൾ ഒരുത്തൻ പറയുക ഞാൻ കഴിക്കത്തില്ല എന്ന് പറയുന്നതോടെ ആ സിറ്റുവേഷൻ മാറുക. ഇയാളെ ഒറ്റുകാരനാക്കാം, ഇയാൾക്ക് നാളെ വേണമെങ്കിൽ ഒറ്റുകാരനാ. ആ വിശ്വാസം എന്ന് പറഞ്ഞിട്ടുള്ള എലിമെൻ്റ് അവിടെ നഷ്ടപ്പെടുക. പിന്നീട് നാടകീയ മുഹൂർത്തങ്ങൾ അവിടെ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ഇനിഷ്യൽ ത്രെഡ് അതിനെ ഡെവലപ്പ് ചെയ്യുക എന്ന് പറഞ്ഞ ആ ഒരു പ്രോസസ്സിൻ്റെ രസമാണ് എനിക്ക് ഈ കൂടുതലും ഇത്തരത്തിലുള്ള സാധനങ്ങളിൽ വരുന്നത്. അതാണ് വിലായത്തെക്കുറിച്ച് പറയാനുള്ളത്. എൻ്റെ പേര് ആനന്ദ്. എനിക്ക് 2 ആളുകളോട് കൂടിയാണ് ചോദിക്കാനുള്ളത്. ആദ്യം ഇന്ദുചേട്ടനോട് ചോദിക്കാം. അതായത് ഞാനിപ്പോൾ അടുത്ത് നിങ്ങളെ 4 പുസ്തകം വായിച്ചു. അതായത് സ്കാവഞ്ചർ, വിലായത്ത് ബുദ്ധ, 4-5 ചെറുപ്പക്കാർ, ചെന്നായ. ഇതിലൊക്കെ ഞാൻ കണ്ടതെന്ന് വെച്ചാൽ നേരത്തെ ഫസ്റ്റ് തന്നെ ചോദിച്ച ചോദ്യത്തിൻ്റെ അകത്ത് ആ ഒരു ക്ലാരിറ്റി ഏകദേശം വന്നിട്ടുണ്ട്. എന്നാലും സാഹിത്യം ഉപേക്ഷിച്ചിട്ടുള്ള, ആ തൊങ്ങലുകൾ ഉപേക്ഷിച്ചിട്ടുള്ള വളരെ റോ ആയിട്ടുള്ള സാധനങ്ങളാണ് ഇതിൻ്റെ അകത്ത് കഥേൻ്റെ അകത്തൊക്കെ വന്നത്. അപ്പോൾ അത് പറഞ്ഞു സിനിമയ്ക്ക് വേണ്ടി എഴുതുന്നതല്ല. പക്ഷെ അത് ഇപ്പം എൻ്റെ അമ്മ സ്കാവഞ്ചറൊക്കെ വായിച്ചിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ അയാളെൻ്റെ അടുത്തുനിന്ന് പറയുന്നതിൻ്റെ തൊട്ടാണ്
ഒരുവിധം ആ രീതിയിലുള്ളതാണ് എല്ലാ ആഖ്യാനങ്ങളും എനിക്ക് തോന്നിയത്. അപ്പോൾ നേരത്തെ പറഞ്ഞ ഈ പരുന്തുകളെ ഓടിക്കുന്ന ആള്, അപ്പോൾ അവരുടെയൊക്കെ ഇമോഷൻസിനെ ഇതിൻ്റെ അകത്ത് അങ്ങ് ഒഴിവാക്കി കളയുന്നുണ്ട്. വളരെ റോ ആയിട്ട് ഇവരെ എന്ത് ചെയ്യുന്നു, നിങ്ങൾ എഴുതി ചേർക്കുന്നു. അപ്പോൾ ഇത് സിനിമയ്ക്ക് ഉപകാരപ്പെടുന്നതിനേക്കാളും കൂടുതൽ ദോഷമായിട്ട് വായിക്കില്ല ചെയ്യുക. കാരണം ഈ ഇമോഷൻസിനെ ഇവരങ്ങ് ഒഴിവാക്കും. ബാക്കി വായനക്കാർ നിങ്ങൾ വായിച്ചോട്ടെ, അതായത് ഇവരുടെയൊക്കെ ബുദ്ധിമുട്ട്. ഇപ്പോൾ സ്കാവഞ്ചറിലെ ആ പച്ച, ഇവരൊക്കെ ഇമോഷൻസൊക്കെ ഇതിൻ്റെ അകത്ത് ചേർക്കായിരുന്നെങ്കിൽ ഒരുപാട് നല്ല രസമുണ്ടാകും. അപ്പോൾ അത് എനിക്ക് തോന്നുന്നത് നിങ്ങൾ കുറച്ചുകൂടി സിനിമേൻ്റെ അകത്ത് സിനിമ ആയി കാണാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ എഴുതുന്നതാണോ എന്നൊരു സംശയം. പിന്നെ അങ്ങനെയുള്ള കഥകൾ നിങ്ങൾക്ക് സിനിമ ആക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കുമോ എന്താണ്? അതായത് ഇമോഷൻസ്, ഇപ്പം പച്ചേൻ്റെ ക്യാരക്ടറൊക്കെ ഒരുപാട് ട്രോമയിലൂടെ ഒരുപാട് ബുദ്ധിമുട്ടിലൂടെയും കടന്നു പോകുന്നതായിരിക്കും ആ ഒരു സിറ്റുവേഷൻ, അത് വായിച്ചവർക്കറിയാം. അപ്പോൾ അത് എളുപ്പത്തിൽ സിനിമ ആക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ റോ ആയിട്ട് എഴുതുന്ന പ്ലെയിനായിട്ട്, ഇപ്പോൾ അജേഷിൻ്റെ ഒക്കെ ക്യാരക്ടറൊക്കെ പ്ലെയിനായിട്ട് എഴുതി കഴിഞ്ഞാൽ സിനിമ ആക്കുമ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കുറച്ചുകൂടി ഡീപ്പായിട്ട് പോവാം, അങ്ങനെ ആ രീതിയിൽ. അപ്പോൾ ഇതിൽ ഏതാണ് എളുപ്പം നിങ്ങൾക്കുള്ളത്? എന്തുകൊണ്ടത് സിനിമയ്ക്ക് വേണ്ടി എഴുതുന്നത് പോലെ തന്നെ ആകുന്നു? നിങ്ങൾ അങ്ങനെയല്ല എഴുതുന്നതെന്ന് പറഞ്ഞു, അതാണ് എൻ്റെ ചോദ്യം. അത് ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ അപ്പുറത്തേക്ക് എൻ്റെ അടുത്തൊന്നും പറയാനില്ല. രണ്ട് കാര്യമാണ്. നമ്മുടെ അമ്മ അത് അടുത്തുനിന്ന് പറയുന്ന പോലെ ആസ്വദിച്ചു എന്ന് പറയുന്നല്ലോ. കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഡയറക്റ്റ് ആകാനായിട്ട് ചെയ്യാതെ ഞാൻ ദീർഘകാലം 10-25 വർഷം കാലം ഞാൻ മനോരമയിലൊരു പത്രപ്രവർത്തകനായിരുന്നു. ഞാൻ ഉപയോഗിക്കുന്ന ടൂൾസ് ജേർണലിസത്തിൻ്റെ ടൂൾസാണ്. ജേർണലിസത്തിൻ്റെ ടൂൾസിൽ ഈ പറഞ്ഞ കണക്ക് ലിറ്ററേച്ചറിൻ്റെ ആധിക്യം എന്ന് പറയുന്ന ഒരു എലിമെൻ്റ് ഇല്ല. അതാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടത്. ഇപ്പം അദ്ദേഹം പറഞ്ഞാൽ ഒരു കാര്യം ഞാൻ ഈ ഓവർ എഡിറ്റിംഗ്, എഡിറ്ററായിട്ടും ജോലി ചെയ്തുകൊണ്ട് ഈ ഓവർ എഡിറ്റിംഗ് വെച്ചിട്ട് ഇമോഷണൽ കണ്ടൻറ്റ് ചിലപ്പം ഇല്ലാതായി മാറുക. അത് സിനിമയാക്കാനായിട്ട് എഴുതുന്നു എന്നുള്ളൊരു സാധനം എന്ന് പറയുന്നത് അത് ഒരു റൈറ്റർക്ക് മാത്രമേ മനസ്സിലാവത്തുള്ളൂ, അല്ലെങ്കിൽ വേറൊരാൾക്ക് വായിക്കാൻ പറ്റില്ല. അത് വിറ്റുപോകില്ല. അത് പിന്നെ എനിക്കൊന്ന് മിഥുനായിരിക്കും കുറച്ചും കൂടെ ഇതായിട്ട് പറയാൻ പറ്റുന്നതെന്ന് വെച്ചാൽ, നമ്മൾ സിനിമയ്ക്ക് വേണ്ടി എഴുതുന്നൊരു കണ്ടൻറ്റ് ഒരിക്കലും സിനിമാക്കാരത് എടുക്കില്ല. സിനിമാക്കാർക്ക് ഏറ്റവും ബുദ്ധിപരമായ അറിയാവുന്നതാണ് ഈ സിനിമയാക്കി എടുക്കുന്നതെന്ന് അറിയാവുന്നത് സിനിമാക്കാർക്കാണ് ഏറ്റവും കൂടുതൽ. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അതിലെ ഇമോഷണലായിട്ടുള്ള യാത്രകൾക്കുള്ള സാധ്യത, അല്ലെങ്കിൽ അതിനൊരു ക്രോണോളജിക്കൽ ഓർഡറിൽ ഈ ഇമോഷൻസിനെ പാക്ക് ചെയ്ത് വെക്കാവുന്ന ഞങ്ങളും കൂടെ ശ്രമിച്ചു കഴിഞ്ഞാലുള്ളൊരു സാധ്യതയാണ് ഇവരെ പോലുള്ള ഡയറക്ടേഴ്സിനെ കാണുന്നതെന്നുള്ളത്. അല്ലാതെ നിങ്ങൾക്ക് വായിക്കുന്നതിൽ എളുപ്പമുണ്ടൊരു കമ്മ്യൂണിക്കേഷൻ എളുപ്പമാണ്. അത് വളരെ പാടാണ്. ആ എഴുത്തെന്ന് വെച്ചാൽ ഒട്ടും എളുപ്പമല്ല. കാര്യം വെച്ചാൽ ഒരു വരി പോലും നമ്മൾ കമ്മ്യൂണിക്കേഷൻ ഇല്ലെന്നുണ്ട് അതിനെ ഉടച്ച് സാധാരണ ഒരു ഭാഷയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഏറ്റവും സിമ്പിളായിട്ട് എഴുതുന്നു എന്ന് വിചാരിക്കേണ്ട, അല്ലെങ്കിൽ എന്ന് വിചാരിക്കുന്നു എന്നതിൻ്റെ അർത്ഥം തൊങ്ങലുകൾ ഉപേക്ഷിക്കുന്നു, നമ്മൾ നന്നായി എഡിറ്റ് ചെയ്യുന്നു എന്നതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഇത് കമ്മ്യൂണിക്കേഷൻ കൂടുന്നത് സിനിമയെ സഹായിക്കാൻ എന്നുള്ളൊരു സാധനത്തിലേക്ക് അല്ല അത് വരുന്നത്. അത് വായിക്കുന്നവരെ സംബന്ധിച്ച് ആ ഇമോഷൻ ക്ലാരിറ്റിയോടുകൂടി വരുന്നുണ്ടോ, ആ വായനക്കാരിൽ സിനിമാക്കാരും വരുന്നുണ്ട്. അതിൽ ഇപ്പോൾ എല്ലാം സിനിമ ഇതാവുന്നില്ലല്ലോ. നമ്മൾ സിനിമയെ നമ്മൾ കണ്ട് ധരിച്ചിട്ടില്ലാത്ത സാധനങ്ങളൊക്കെയാണ്. അമ്മിണിപ്പിള്ള വെട്ടുകാസൊക്കെ എഴുതുന്ന സമയത്തൊന്നും എൻ്റെ മനസ്സിൽ അങ്ങനൊരു സിനിമയോ അങ്ങനെയുള്ള ഒരു സംഗതികളും ഇല്ല. അപ്പം അതിനെ അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. സാഹിത്യത്തിലാണ് നമ്മൾ നിൽക്കുന്നതും ഊന്നി നിൽക്കുന്നത്. നമ്മുടെ ബേസിക്കലി സാഹിത്യകാരൻ മാത്രമാണ് അതിൻ്റെ അകത്ത്. ബാക്കി അതിൻ്റെ ചില എന്താ പറയുക ഒരു ബ്രാഞ്ചിങ് ഔട്ട്സ് മാത്രമാണ് ഈ സിനിമ അതിൻ്റെ ദൃശ്യ സാധ്യതയിലേക്ക് പോകുന്നത്. ചെറിയ ചോദ്യങ്ങൾക്ക് കൂടി നമുക്ക് സമയം. ഇതിനകത്ത് അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ പാർട്ട് എന്നോടായിരുന്നു. നമ്മളിപ്പം ഒരു ചെറുകഥ, നോവല് അല്ലെങ്കിൽ നോവലൈറ്റ്, അങ്ങനെ എന്ത് ലിറ്ററേച്ചർ ഫോം ആണെങ്കിലും അത് എങ്ങനെ സിനിമയാക്കാൻ തീരുമാനിക്കുന്നു എന്നുള്ള ചോദ്യം, അത് ഇന്ദുഗോപൻ ചേട്ടൻ്റെ എന്തുകൊണ്ട് ഒരുപാട് വർക്കുകൾ സിനിമയായി വരുന്നു എന്ന് ചോദിച്ചാൽ അറിയില്ല. അദ്ദേഹത്തിൻ്റെ ഉദ്ദേശത്തിൽ, അതിൻ്റെ ആ ഒരു കലാസൃഷ്ടിയുടെ ഉദ്ദേശത്തിൽ, അതുകൊണ്ട് പുള്ളി ഉദ്ദേശിക്കുന്നതിൽ പുള്ളി വിജയിച്ചു എന്ന് വേണം പറയാൻ. കാരണം നമുക്കത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ട്. പിന്നെ ഇതിന് സിമ്പിളായിട്ടൊരു കാര്യം പറയും. അതായത് നമ്മളിപ്പോൾ ഒരാളുടെ ഒരു കഥ വായിച്ചിട്ട് നമുക്ക് ഇതൊരിക്കൽ കൂടി പറയണം എന്ന് തോന്നുകയാണ്. നമ്മൾ വായിച്ചു, എനിക്കിതൊരു 4 പേരോട് പറയണം എന്ന് തോന്നിപ്പിക്കുന്ന കഥകളാണ് ശരിക്കും ഒരു ഫിലിം മേക്കറെ സ്വാധീനിക്കുക. അപ്പോൾ നമ്മുടെ മാധ്യമം സിനിമയാണ്, നമുക്ക് ഒരുപാട് പേരോട് കഥകൾ പറയാൻ പറ്റും. ഇപ്പോൾ ഇന്ദുഗോപൻ ചേട്ടൻ പറഞ്ഞ പോലെ വിഷ്വലിന് കുറച്ചും കൂടെ സാധ്യതകളുണ്ട്. അപ്പോൾ ഇദ്ദേഹം പുസ്തകത്താളുകളിൽ എഴുതി വെച്ച ഒരു കഥ നമുക്ക് ഒരിക്കൽ കൂടി ഒരുപാട് പേരോട് പറയണമെന്ന് തോന്നിപ്പിക്കുന്നിടത്താണ് അതൊരു സിനിമയാക്കാൻ വേണ്ടി ഏതൊരു ഫിലിം മേക്കറും തീരുമാനിക്കുക. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരുപാട് കഥകൾ ഇപ്പോൾ സിനിമയാക്കപ്പെടുന്ന ചെറുകഥകളും നോവലുകളും ഒക്കെ ഒരിക്കൽ കൂടി പറയാൻ വേണ്ടി സിനിമാക്കാരെയും
അല്ലെങ്കിൽ സീരീസ് ചെയ്യുന്നവരെയൊക്കെ തോന്നിപ്പിച്ച കഥകളാണ്. അത് ഞങ്ങൾക്കങ്ങനെ പ്രത്യേകിച്ച് വായനക്കാർക്കിടയിൽ സിനിമാക്കാരനായ വായനക്കാരൻ അല്ലെങ്കിൽ നമുക്കൊരു ഇത്തിരി ലിവറേജ് കൂടുതലുണ്ട്. ഒരിക്കൽ കൂടി കഥ പറയാൻ ഒരു ലിവറേജ് ഉണ്ട്. നിങ്ങളൊരു ചെറുകഥ വായിച്ചിട്ട് നിങ്ങളുടെ ചർച്ചകളിൽ, അന്ത്യചർച്ചകളിൽ നിങ്ങൾ വെടിവട്ടം കൂടുമ്പോഴൊക്കെ നിങ്ങൾ പറയുന്നത് ഞങ്ങൾ കുറച്ചും കൂടെ വലിയ സ്കെയിലിൽ പറയുന്നു. നിങ്ങളെ എങ്ങനെ സ്വാധീനിക്കുന്നു, ഒരിക്കൽ കൂടി പറയാൻ പ്രേരിപ്പിക്കുന്നു. അതുപോലെ തന്നെയാണ് ഞങ്ങളെയും പ്രേരിപ്പിക്കുന്നത്. അങ്ങനെ വായനക്കാർക്കിടയിൽ ഒരു വേർതിരിവൊന്നുമില്ല. പിന്നെ നമ്മുടെ അടുത്തൊരു മറ്റൊരു മാധ്യമം കയ്യിലുണ്ടെന്ന് മാത്രം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കഥകൾ നമ്മളെ അത്തരത്തിൽ വീണ്ടും വീണ്ടും പറയാൻ, വായിക്കാൻ നമ്മൾ തോന്നിപ്പിക്കാറുണ്ട്. അങ്ങനെയുള്ള സിനിമകൾ ചെറുകഥകൾ, വർക്കുകൾ ഇനിയും സിനിമകളായി കൊണ്ടേയിരിക്കും. യെസ്, ഒരു ഒറ്റ ചോദ്യം കൂടെ നമുക്ക് ബാക്കിയുണ്ട്. മിഥുൻ, ഞാൻ ചോദിക്കുകയാണ്, പണ്ടൊക്കെ നമ്മൾ ഈ ഒരു ലവബിൾ കുറേ സംഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ചില മ്യൂസിക്കൽ ലെവൽ ഒരു സ്നേഹം കൊണ്ട് ഒരുപാട് നമ്മൾ തിയേറ്ററുകൾ പിടിച്ചെടുത്തിയിട്ടുണ്ട് നമ്മൾ. കാരണം ചില ഒരുപാട് പാട്ടുകൾ കൊണ്ടും സ്നേഹങ്ങൾ കൊണ്ടും. ഇപ്പോൾ അതൊന്നും കാണുന്നില്ല. ഇപ്പോൾ പണ്ടൊക്കെ ഫാസിൽ ഫിലിംസും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫിലിംസ് ഉണ്ടല്ലോ. ഇപ്പോൾ വെറുതെ എന്താ പറയുക വെച്ചാൽ കുറേ ഹൊററും കുറേ അവിടെ പോയി ഇവിടെ പോയിട്ട് അവിടെ ഒന്നും കാണുന്നില്ല. അങ്ങനത്തെ ഒരു കുടുംബ ബന്ധം അല്ലെങ്കിൽ എന്താ പറയുക ഒരു മ്യൂസിക്കൽ ടച്ച് അല്ലെങ്കിൽ അങ്ങനത്തെ നമ്മളൊരു ടച്ച് ഇവിടെ കാണുന്നില്ല ഒരു സിനിമയ്ക്ക്. എന്തുകൊണ്ടത് കാണാത്തതെന്നുള്ള ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ എനിക്കുള്ളത്. അത് ജസ്റ്റ് വൺ ക്വസ്റ്റ്യനാണ്, അത്ര മാത്രമേ ഉള്ളൂ. അതിൽ നിങ്ങൾക്ക് മനസ്സിലാവും തോന്നുന്നുണ്ടെങ്കിൽ അത് പണ്ട് കാണുന്ന പപ്പയുടെ സ്വന്തം അപ്പൂസ് അല്ല അങ്ങനത്തെ ഒരു ഫിലിംസ് അങ്ങനത്തെ എന്തുകൊണ്ട് മലയാളത്തിൽ വരുന്നില്ല എന്നിപ്പോൾ അവർ ജനങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാത്തത് കൊണ്ടാണോ അല്ലെങ്കിൽ നിങ്ങളെടുക്കാൻ താല്പര്യപ്പെടാത്തത് കൊണ്ടാണെന്ന് എനിക്കറിയില്ല. പക്ഷെ അങ്ങനത്തെ നമുക്ക് കാണാൻ വീണ്ടും ആഗ്രഹിക്കുന്നുണ്ടത്. ക്യാൻ യു എക്സ്പ്ലെയിൻ ദിസ്? എനിക്ക് മനസ്സിലായത് നമ്മുടെ ആസ്വാദന രീതി മൊത്തത്തിൽ മാറുകയും ഇപ്പോൾ പണ്ടുണ്ടായിരുന്നത് പോലുള്ള കുടുംബ സിനിമകളും രാഷ്ട്രീയ സിനിമകളും ഒന്നും ഇപ്പം വരുന്നില്ല. അതാണ് എന്തുകൊണ്ട്, അതായിരിക്കാം ചോദ്യമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ പോസ്റ്റ് കോവിഡ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു 2020 സോഷ്യൽ മീഡിയ വല്ലാതെ വ്യാപകമായി നമ്മൾ ലോകത്തുള്ള എല്ലാ സിനിമകളും എല്ലാ ഭാഷയിലിറങ്ങുന്ന സീരീസുകളും ഒക്കെ കാണാൻ തുടങ്ങിയ, അല്ലെങ്കിൽ ലോകത്തുള്ള ഒരുപാട് ഗെയിമുകൾ കളിക്കുന്ന, അനീമെ വായിക്കുന്ന, മാങ്കാസ് വായിക്കുന്ന, അങ്ങനെ ഒരു ജനറേഷണൽ എന്താ ചേട്ടാ അതിന് പറയുക, ഒരു ഭയങ്കര ഡൈവേഴ്സ് കാലത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ പൂമ്പാറ്റയും ബാലരമയും വായിച്ചിരുന്ന ഞങ്ങളുടെ ഒരു കുട്ടിക്കാലത്ത് നിന്ന് ഇപ്പം നമ്മുടെ മക്കളും നമ്മുടെ സുഹൃത്തുക്കളുടെ പിള്ളേരും ഒക്കെ വായിക്കുന്നത് മാങ്കാസാണ്. നിങ്ങൾക്കറിയാം. അപ്പോൾ നരൂട്ടോ എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ വൺ പീസ് എന്നൊക്കെ പറയുന്ന ഐറ്റംസാണ് അവർ വായിക്കുന്നത്. ഇപ്പുറത്തെ സൂത്രനും ഷെയറും അപ്പുറത്തെ സൈഡിൽ തൂങ്ങി കിടക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ പല ആസ്വാദന അല്ലെങ്കിൽ പല ആർട്ട് രീതികളിലേക്ക് നമ്മൾ ഷിഫ്റ്റായി കഴിഞ്ഞു. പിന്നെ വേഗത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പം ഒരൊറ്റ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ മെയ്യഴകൻ പോലത്തെ ഒരു സിനിമ വെച്ചുകൊണ്ട് നമുക്ക് പറയാം. അത് സോഷ്യൽ മീഡിയയിൽ OTTയിൽ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും വലിയ തരംഗമാവുകയും ആ പടത്തിൻ്റെ സ്റ്റോറി ടെല്ലിങ്ങിലെ ആ സ്ലോ പേസ് ആളുകൾ ഭയങ്കര ഇഷ്ടമായെന്ന് പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ പടം ഇപ്പം നിങ്ങൾ പറഞ്ഞ പപ്പയുടെ സ്വന്തം അപ്പൂസൊക്കെ പോലുള്ള ഭയങ്കര ഇമോഷണലി ഹോണ്ടിങ് ആയിട്ടുള്ളൊരു പടമാണ് ആ സിനിമ. പക്ഷേ തിയേറ്ററിൽ അത് വർക്കായില്ല. ചിലപ്പോൾ നമ്മുടെ വേഗതയൊക്കെ നമുക്ക് താല്പര്യപ്പെടുന്നത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ വർക്കാവുന്നത്. പക്ഷേ OTTയിൽ ആൾക്കാരുടെ പ്രൈവറ്റ് സ്പേസിൽ ഇരുന്നിട്ട് ആളുകളത് അതിഗംഭീരമായി ആസ്വദിക്കുകയും അഭിപ്രായങ്ങൾ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ തിയേറ്ററിൽ അല്പം കൂടെ വേഗതയുള്ള, എനിക്കറിയില്ല, ചിലപ്പോൾ അങ്ങനെയൊക്കെ ഒരു കോൺസെപ്റ്റിലേക്ക് നമ്മുടെ ജനറേഷൻ മാറിയോ. നമ്മളീ ഇപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സമീപകാലത്തിറങ്ങിയ വിജയിക്കുന്ന സിനിമകളെല്ലാം പല ജോണറിൽ, ഇപ്പോൾ കിഷ്കിന്ദാഖണ്ഡം പോലത്തെ ഒരു സിനിമ ഒരു വലിയ പേസിൽ കഥ പറഞ്ഞു പോകുന്നൊരു സിനിമയല്ല, പക്ഷേ അത് ഗംഭീരമായി കളക്ട് ചെയ്തൊരു സിനിമയാണ്. അപ്പുറം അജയൻ്റെ രണ്ടാം മോഷണം വേറൊരു തരത്തിൽ ഓടുന്നൊരു സിനിമയാണ്, നമുക്കറിയാലോ ഇപ്പോൾ. അപ്പോൾ എനിക്ക് തോന്നുന്നു ആളുകൾക്ക് കാണാൻ ബേസിക്കലി ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞതുപോലുള്ള സിനിമയൊക്കെ ഇറങ്ങിയാൽ താല്പര്യം ഉണ്ടാകുമോ എന്നുള്ളത് നമ്മൾ അത്തരം ഒരു സിനിമ ഇറക്കിയാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. അത്തരം സിനിമകൾ ഈ OTTയിൽ വരുമ്പോൾ ആളുകൾ സ്വീകരിക്കും, അവരുടെ പേഴ്സണൽ സ്പേസിൽ സ്വീകരിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. മറ്റേത് നമ്മൾ കുറച്ചും കൂടെ എന്താ പറയുക, ഇപ്പം സിനിമകൾ ഇറങ്ങുമ്പോൾ തന്നെ 2 തരത്തിലുള്ള വിധികൾ നിങ്ങൾ കാണാറുണ്ട്. മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റേഴ്സ്, അതൊന്ന്.
2 OTT വേണമെങ്കിൽ കാണാവുന്നതാണ്. അപ്പോൾ നമ്മളും കൺഫ്യൂസ്ഡ് ആണ്. അപ്പോൾ മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റർ സിനിമകൾ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ആസ്വാദനമൊക്കെ മാറിയത് കൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് കേട്ടോ.